Good morning, ma'am. Morning, ma'am. Good morning. Ma'am. റെഡി ആയോ? നോട്ടൊക്കെ എടുത്തോ കയ്യില്? പറയണേ ഏത് ചാപ്റ്ററാന്നാ പറയുമ്പോ നമുക്ക് വിഷമാവും. ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരിക്കണേ? 36 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്നെ കാണുമ്പോ അപ്പൊ തന്നെ ഓർത്തോളാം. ഓരോരുത്തരും ഓരോ ടീച്ചേഴ്സിനെ കാണുമ്പോ അവർ ഇന്ന ചാപ്റ്റർ ആണ് എടുത്തോണ്ടിരിക്കുന്നത്, അത് ഇത്ര വരെയായി. പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് വരണം അല്ലേ? അല്ലേ? 36 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇപ്പൊ നമ്മളുടെ 3rd and 4th പേപ്പേഴ്സ് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന പേപ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ ആ പേപ്പർ വൈസില് മൂന്നാമത്തേല് നമ്മളുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. മൂന്നാമത്തെ പേപ്പർ വൈസ് മൂന്നാമത്തെ മൊഡ്യൂൾ എന്നൊക്കെ പറഞ്ഞ ഓരോ ലിസ്റ്റ് ആയിട്ട് ഇത് തന്നിട്ടില്ലേ? ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് പേപ്പർ, സെക്കൻഡ് പേപ്പർ, അങ്ങനത്തേനകത്ത് മൂന്നാമത്തേല് മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്. ഐ തിങ്ക് ഇത് ഇവിടെ വരെ നമ്മൾ പറഞ്ഞു. പേഴ്സണൽ മാനേജ്മെന്റ്, തൊഴിൽപരമായിട്ടുള്ള മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്, അത് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ആണ് നമ്മൾ പറഞ്ഞ് കേറിയില്ല ക്ലാസ്സിൽ. ഓക്കെ, അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമ്മള് ക്ലാസ്സിൽ നമുക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളുകളുടെ പ്രത്യേകത ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ചധികം വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. നമുക്ക് വലിയ നോട്ടുകൾ എഴുതാനോ അങ്ങനത്തെ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. കാരണം ഇതിനകത്ത് തന്നെ ഓൾറെഡി ഇഷ്ടംപോലെ നോട്ട്സ് നമുക്കുണ്ട്. സോ എക്സ്ട്രാ നോട്ട്സ് ഒന്നും നമുക്ക് ഈ ഒരു മൊഡ്യൂളുകളിൽ ഇല്ല. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് സമയം കണ്ടെത്തി കുറച്ച് മറ്റേ ക്ലാസ് കാണുക, അല്ലെങ്കിൽ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ട്, പ്രിന്റ് നോട്ട് എടുത്ത് അത് വായിച്ചു പഠിക്കുക എന്നുള്ളതും കൂടി നിങ്ങൾ കുറച്ച് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് പറയാൻ കാരണം, അത്ര ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾസ് നമ്മൾ എടുത്തതുപോലെ അല്ലെങ്കിൽ ആ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്ത പോലെ അത്ര എളുപ്പം നമുക്ക് എന്താ പറയാ തീർക്കാൻ പറ്റില്ല. തീർക്കേണ്ടതും ആണ്. നിങ്ങളുടെ കോഴ്സിന്റെ ഡ്യൂറേഷനും ഒക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ അതിനെ കുറിച്ചുള്ള എല്ലാ ബോധ്യവും നമുക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചെടുക്കുന്നതിൽ നിങ്ങൾക്കും അതിൻ്റെതായ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഒന്ന് വായിക്കണോട്ടാണ്, നടക്കല്ലേ. അതുപോലെ ക്ലാസ് കാണാതിരിക്കാനും നിങ്ങൾ ശ്രമിക്കരുത്. വാച്ച് ചെയ്യാം, എന്തൊക്കെയാണ് പഠിപ്പിച്ചേക്കണേന്നൊന്ന് കേൾക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേൾക്കുക. ഒരു പ്രാവശ്യം ഒന്ന് കേട്ടതിന് ശേഷം 1-2 പ്രാവശ്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ടീച്ചർ പറഞ്ഞ സ്ഥാനത്ത് ഇതിനകത്ത് ഉണ്ടോ എന്നൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സുകളാണ് മാനേജ് ചെയ്യുക. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സുകളെ, മാൻ പവറിനെ മാനേജ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ എങ്കിലും മാനേജ് ചെയ്യാതെ നിവർത്തിയില്ല. കാരണം ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് കമ്പോണന്റ് വിച്ച് ലീഡ്സ് ദ ഓർഗനൈസേഷൻ ടു ഇറ്റ്സ് സക്സസ്. ഏത് ബിസിനസ് സ്ഥാപനങ്ങളെയും ഏത് ഓർഗനൈസേഷനെയും അതിന്റെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് കേട്ടപ്പോ മനസ്സിലായിട്ടുണ്ടാകും. പിന്നീട് കുറച്ച് നേരം അയ്യോ ഇത് എന്തൊക്കെയായിരുന്നു, കാരണം ബ്ലാങ്ക് ആയിപ്പോകും. കാരണം എന്താ, അങ്ങനത്തെ ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കൂടുതൽ സമയം മറ്റ് നേരത്തെയുള്ള മൊഡ്യൂൾസ് പഠിക്കുന്നതിന് എടുത്തതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ സമയം നിങ്ങൾ ഇത് പഠിക്കാനും വായിക്കാനും മനസ്സിലാക്കി എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് എടുക്കുക. ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരണുള്ളൂ. വേറെ പുറത്തുനിന്നൊന്നും നമ്മൾ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഈ ഒരു ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ഇതിന്റെ പുറത്തേക്ക് അതിനെ കുറിച്ച് അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിച്ചൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് ആണ് പറഞ്ഞത്. ഒന്നുകൂടി പറഞ്ഞു ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി വാട്ട് ആർ ദ ഡെഫിനിഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ്. ഈ വ്യക്തികളെ അല്ലെങ്കിൽ തൊഴിലിനെയൊക്കെ മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾ കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ഡെഫിനിഷൻ അതൊരു കോമൺ ഡെഫിനിഷൻ ആണ്. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ്? ഇറ്റ്സ് എ സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ് which carries out on effective control and also the use of manpower which is distinguished from any other source of power. എന്ന് വെച്ചാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പവറുകളെ മാനേജ് ചെയ്യുന്നതിനേക്കാൾ ഉപരി
നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ തൊഴിൽപരമായിട്ടുള്ള മാനേജ്മെന്റ്, അതിന്റെ എന്താ പറയാ ഭരണം, അതുപോലെ തന്നെ അതിനെങ്ങനെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, അത് ഏറ്റവും കൂടുതൽ അത് പെർഫോം ചെയ്ത് നമുക്കറിയാം മാൻ പവർ ആണ്, മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക. അതിന് ഇഫക്റ്റീവ് ആയിട്ട് അത് എങ്ങനെ ഉപയോഗിക്കാം ആൻഡ് ഹൗ ടു യൂസ് ദിസ് മാൻ പവർ ആസ് മച്ച് ആസ് പോസിബിൾ. അതായത് ഓരോ ഓർഗനൈസേഷനും ആ മാൻ പവറിനെ, ഹ്യൂമൻ പവറിനെ അവരുടെ ഓർഗനൈസേഷനിൽ എത്രത്തോളം ഉപയോഗപ്പെടുത്താം, അതിന്റെയൊക്കെ ഇഫക്റ്റീവ് ആയിട്ടുള്ള കൺട്രോൾ ഏതൊക്കെ രീതിയിൽ കൺട്രോൾ ചെയ്തതിനെ ഉപയോഗപ്പെടുത്താം. മറ്റേത് വസ്തുക്കളെയോ മറ്റേത് പവറിനെയോ, ഇപ്പൊ മണി എന്ന് പറയുന്ന ഒരു പവറാണ്, അതുപോലെ തന്നെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പവറാണ് അല്ലെ, ഓരോ ഓർഗനൈസേഷനും ഇതെല്ലാം വേണം. പക്ഷെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അത് നമുക്ക് ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്തും അതുപോലെ തന്നെ യൂസ് ചെയ്തും, അതായത് മാക്സിമം വരെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടി ഉപയോഗിക്കാം എന്നാണ് പേഴ്സണൽ മാനേജ്മെന്റിനെ കുറിച്ച് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തേക്കണേ. അപ്പൊ ആ ഡെഫിനിഷൻ അങ്ങനെ പഠിക്കുക. ജനറൽ ഡെഫിനിഷൻ അങ്ങനെയാണ്. ഡാഷ് ഇപ്പൊ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡാഷ് ഇസ് ദ സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ് വിച്ച് ക്യാരീസ് ഔട്ട് ദ എഫക്റ്റീവ് കൺട്രോൾ ആൻഡ് ഓൾസോ യൂസ് ഓഫ് മാൻ പവർ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ഫ്രം എനി അതർ പവേഴ്സ്. മറ്റേതെങ്കിലും സോഴ്സ് ഓഫ് പവറുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കൺട്രോൾ കൊണ്ടുവരേണ്ടതും എഫക്റ്റീവ് ആയിട്ടുള്ള കൺട്രോൾ കൊണ്ടുവരേണ്ടതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നന്നായി മാൻ പവറിനെ യൂസ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു മാനേജ്മെന്റ്, അതിനെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് ഒരു ജനറൽ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. മാർക്ക് ചെയ്തേക്കണേ. ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് ഒന്ന് മാർക്ക് ചെയ്യാതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ വെരി ഇമ്പോർട്ടൻസ്. കാരണം ഡാഷ് ഈസ് ദ എന്ന് പറഞ്ഞ ആ സെന്റൻസ് തന്നെ അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ക്ലിയർ ആണോ? അടുത്തത് ഇറ്റ്സ് എ ഡെഫിനിഷൻ വിച്ച് ഇസ് ഗിവൺ ബൈ എഡ്വിൻ ഫ്ലിപ്പോ. ആ സ്പെല്ലിംഗിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എഡ്വിൻ ഫ്ലിപ്പോ എന്നാണ്, എഡ്വേർഡ് അല്ല, EDWIN ആണ്. എഡ്വിൻ ഫ്ലിപ്പോ, FLIPPO. ഒന്ന് എഴുതാമോ? എഡ്വിൻ ഫ്ലിപ്പോ എന്താണ് ഈ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇത്തരം പേഴ്സണൽ മാനേജ്മെന്റിനെ കുറിച്ച് അങ്ങോരുടേതായ ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡിറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ് ആൻഡ് ഓൾസോ ദ പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, മെയിന്റനൻസ്, സെപ്പറേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് to the end of individual, organization and societal അല്ലെങ്കിൽ social objectives are fulfilled. അതായത് നമ്മളുടെ ഒരു ഓർഗനൈസേഷന്റെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതായത് സാമൂഹ്യപരമായ ലക്ഷ്യമുണ്ട്, ഓർഗനൈസേഷൻ സംബന്ധമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ആഫ്റ്റർ ഓൾ ഇൻഡിവിജ്വൽ ലക്ഷ്യങ്ങളുണ്ട്. ഓരോ വ്യക്തികൾക്ക് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും അവരവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. ആ ഓരോ ലക്ഷ്യങ്ങളെയും സെപ്പറേറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു ഓർഗനൈസേഷന്റെ കൃത്യമായ രീതിയിലുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, ഏതൊക്കെ ഹ്യൂമൻ റിസോഴ്സസിനെയൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് പ്രൊക്യൂർ ചെയ്യാം, നമുക്ക് എങ്ങനെയൊക്കെ ഓരോ വ്യക്തികളെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഡെവലപ്മെന്റ് സാധ്യമാക്കാൻ പറ്റും, ഇവരെയൊക്കെ ഉപയോഗപ്പെടുത്തി ഇവരെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് പ്രത്യേക രീതിയിൽ മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ എങ്ങനെ കൊണ്ടുപോകാം. ഇത് ഓരോ വ്യക്തികളെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുമ്പോഴും ആ വ്യക്തിയുടെ മാത്രം ഡെവലപ്മെന്റ് അല്ല, അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് മാത്രമല്ല ലക്ഷ്യമാക്കുക. സൊസൈറ്റി സംബന്ധമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഓരോ ഓർഗനൈസേഷൻ, ഇപ്പൊ ഒരു ബിസിനസ് സ്ഥാപനം ഏതെങ്കിലും ഒരു പ്രദേശത്ത് എന്താ പറയാ ഉടലെടുക്കുകയാണെന്ന് വിചാരിക്കാം, ഒരു പുതിയ ബിസിനസ് സംരംഭം കൊണ്ടുവരാം. ആ ബിസിനസ് സംരംഭം അവരവിടെ നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ നിലവിൽ കൊണ്ടുവരുമ്പോ, ഒരു കെട്ടിപ്പൊക്കുമ്പോ ഒരു ബിസിനസ്, ഞാനിപ്പോ ഒരു ബിസിനസ് ഈ പറവൂർ മേഖലയിൽ തുടങ്ങാമെന്ന് വിചാരിക്കും. ഞാൻ ആ ബിസിനസ് ഉയർത്തുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. വ്യക്തിപരമായ എനിക്കൊരു ഉദ്ദേശമുണ്ട്, എന്റെ ലക്ഷ്യമുണ്ട്, ആൻഡ് അതുപോലെ തന്നെ സൊസൈറ്റി സംബന്ധമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഈ സമൂഹത്തിൽ ഈ അടുത്ത പ്രദേശങ്ങളിലുള്ള കുറച്ച് പേർക്കെങ്കിലും ജോലിയെങ്കിലും കിട്ടും. ഓക്കെ, ഇനി ആ സൊസൈറ്റിയിൽ, ആ ഒരു സമൂഹത്തിലെ, പ്രത്യേക സമൂഹത്തിലെ എന്തൊക്കെ ആവശ്യകതകൾ ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടേതായ ചില ആവശ്യങ്ങൾ, നെസസിറ്റീസിനെയൊക്കെ നമുക്ക് എന്താ പറയാ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റും ഓർഗനൈസേഷനുണ്ട്. അങ്ങനെയുള്ള ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ ഈ ലക്ഷ്യങ്ങളൊക്കെ മുൻനിർത്തി അല്ലെങ്കിൽ അതൊക്കെ കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ അതിൻ്റെതായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുക. അതാണ് പേഴ്സണൽ മാനേജ്മെന്റ്. തൊഴിൽപരമായിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആരാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എഡ്വിൻ ഫ്ലിപ്പോ ആണ്. അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ആ ഡെഫിനിഷൻ ഓരോന്ന് എങ്ങനെ ആരാ ചെയ്തേക്കണേ എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഡാഷ് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ്, പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞ ഡെഫിനിഷൻ അങ്ങനെ തന്നെ കൊടുത്തിട്ട് പറയാണ് ഈസ് ദ ഡെഫിനിഷൻ ഗിവൺ ബൈ ഡാഷ്. എന്ന് കൊടുത്ത കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? പറഞ്ഞത് മനസ്സിലായോ?
ആ ഡെഫിനിഷൻ ഇങ്ങനെ തന്നെ കൊടുത്തിട്ട് ആ ഒരു ഡെഫിനിഷൻ പ്രൊവൈഡഡ് ബൈ ആരാണ്, എഡ്വിൻ ഫ്ലിപ്പോ ആണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആ ഡെഫിനിഷൻ വായിക്കുമ്പോൾ മനസ്സിലാക്കണം. കാര്യം ഇതാണ്, ഒരു ഓർഗനൈസേഷന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. സമൂഹത്തോട് ഉള്ള എന്താ പറയാ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സംരംഭ സംബന്ധമായിട്ടുള്ള ലക്ഷ്യങ്ങൾ. ഇതെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് പേഴ്സണൽ, അതായത് തൊഴിലാളികളെ ഉപയോഗിക്കുന്നത്, അവരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അവരെ മാനേജ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ആ ഒരു കാര്യങ്ങളിലൊക്കെ അധിഷ്ഠിതമാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് എഡ്വിൻ ഫ്ലിപ്പോ പറയുന്നത്. ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ അല്ലേ? ഓക്കെ, കുറച്ചൊക്കെ സ്റ്റക്ക് ആയിപ്പോയി. Okay, again another definition which is given by Stephen Dunn ആണ് കേട്ടോ. അതും സ്പെല്ലിംഗിൽ തെറ്റുണ്ട്. ഡൺ ആൻഡ് സ്റ്റീഫൻസ് എന്നല്ല, സ്റ്റീഫൻ ഡൺ എന്നാണ്. സ്റ്റീഫൻ ഡൺ DUNN. അത് തിരിച്ചിട്ട് കേട്ടോ. സ്റ്റീഫൻ ആൻഡ് ഡൺസ് അല്ല, ഒരാളാണത്. സ്റ്റീഫൻ ഡൺ എന്നാണ് അത് വായിക്കേണ്ടത്. ആളുടെ പേര് അങ്ങനെയാണ്. And what is the definition given by Stephen Dunn? The personal management is the process of attracting, holding and motivating people that involves all line managers and also line staff. അതായത് ഒരു ഓർഗനൈസേഷനിൽ ആരൊക്കെ ആയിക്കോട്ടെ, അതായത് നമ്മൾ ഈ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാൻ പവർ എന്ന് പറയുന്നത് എംപ്ലോയറും എംപ്ലോയീസ് ഒക്കെ ഉൾപ്പെടുന്ന, മാനേജേഴ്സും ലൈൻ സ്റ്റാഫുകളും എല്ലാവരും ഉൾപ്പെടുന്നത. ഇവരെയെല്ലാം നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ ഹൗ ടു അട്രാക്ട്, ഈ ഒരു ഓർഗനൈസേഷനിലേക്ക് ആളുകളെ എങ്ങനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും, അവിടെ എന്തൊക്കെ ബെനിഫിറ്റുകൾ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ട് എന്ന് പുറമെ നിൽക്കുന്നവരെ അന്വേഷിക്കും. ഞാനിപ്പോ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ എനിക്കൊരു ജോലി വേണമെന്ന് ഞാൻ അവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ജോലിയിൽ അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ളവർ, ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാകും. അപ്പൊ നമ്മളൊന്ന് അവരോട് പരിചയപ്പെട്ടു, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് യു ആർ ഗെറ്റിംഗ് ഫ്രം ദിസ് ഓർഗനൈസേഷൻ, ഈ ഒരു സംരംഭത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, അവിടുത്തെ ബെനിഫിറ്റുകളും മറ്റുമൊക്കെ അറിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ബെനിഫിറ്റുകളാണ് തൊഴിലാളികളെ ഏതെങ്കിലും ഒരു തൊഴിൽ സ്ഥാപനത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യുന്നത്. സോ അട്രാക്ട് ചെയ്യണം. ഏത് ഓർഗനൈസേഷൻ ഇങ്ങോട്ടേക്ക് ആളുകളെ ആകർഷിക്കാൻ കഴിവുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തോ കൊടുക്കുന്നുണ്ട്. That means there are more benefits to that particular human resource. അവർക്ക് എന്തൊക്കെയോ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വ്യക്തികളെ, തൊഴിൽ സമൂഹത്തെ മാനേജ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി വേണം. ഒരു ഓർഗനൈസേഷൻ ഹൗ ദേ ആർ അട്രാക്ടിങ് ദ പീപ്പിൾ ഓർ ദ എംപ്ലോയീസ്, ജോലിക്കാരെ എങ്ങനെ അട്രാക്ട് ചെയ്യുന്നു, ആൻഡ് ഹോൾഡിങ്, അട്രാക്ട് ചെയ്താൽ മാത്രം പോരാ, അട്രാക്ട് ചെയ്തു, ഞാൻ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണം, എന്നെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചു, എന്തൊക്കെയോ ഘടകങ്ങൾ ആകർഷിച്ചു, ഞാനിവിടെ എന്താ പറയാ, ഞാനൊരിവിടെ ഏതെങ്കിലും ഒരു ജോലിയിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ എനിക്ക് ജോലി കിട്ടി. ആൻഡ് ഇവിടുത്തെ പേഴ്സണൽ മാനേജ്മെന്റിന് കഴിയണം എന്ത്, ടു ഹോൾഡ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ, ആ ഒരു തൊഴിലാളിയെ ഇവിടെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റണം. അതായത് ഇവിടെ നിന്ന് ചിലപ്പോൾ ചാടി പുറത്തിറങ്ങി പോകാം, എനിക്കിത് വേണ്ട എന്ന് ഉപേക്ഷിച്ച് പോകാം. പക്ഷെ എന്തുകൊണ്ട്, അപ്പൊ അതിൻ്റെതായ പോരായ്മകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ അവരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഇവിടെ ഉണ്ടാകണം. അപ്പൊ ഹോൾഡ് ചെയ്യുക ആൻഡ് ഓൾസോ മോട്ടിവേറ്റിംഗ് പീപ്പിൾ, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക. എന്തിന്, ആ ഒരു ഓർഗനൈസേഷനിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. അത് മാനേജേഴ്സ് ആയിക്കോട്ടെ, ലൈൻ സ്റ്റാഫുകളായിക്കോട്ടെ, എല്ലാവരും ഇതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിന് നമ്മൾ പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് ആര്, സ്റ്റീഫൻ ഡൺ പറയുന്നത്. So according to Stephen Dunn, personal management is the process of attracting, holding and in motivating people that involves all line staff and managers line staff ഉൾപ്പെടുന്ന ആ ഒരു സമൂഹത്തെ അട്രാക്ട് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് ആരുടെ അഭിപ്രായം, സ്റ്റീഫൻ ഡണ്ണിന്റെ അഭിപ്രായം. ക്ലിയർ ആയോ? 3 ഡെഫിനിഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ട്, പേഴ്സണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്. ഒന്ന് ഒരു ജനറൽ ഡെഫിനിഷൻ ആണ്. രണ്ടാമത്തെ ഡെഫിനിഷൻ ഇസ് ഗിവൺ ബൈ എഡ്വിൻ ഫ്ലിപ്പോ ആൻഡ് തേർഡ് ഡെഫിനിഷൻ ഇസ് ഗിവൺ ബൈ സ്റ്റീഫൻ ഡൺ. 3 ഡെഫിനിഷൻസും അതിന്റെ ആ ഒരു സ്റ്റൈലിൽ തന്നെ 3 രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് എന്താ പറയാ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. വ്യത്യാസം ഉണ്ടെന്ന് 3 രീതിയിൽ 3 ആളുകൾക്ക് 3 അഭിപ്രായമാണ്. ഒന്നാമത്തേല് ഒരു എന്താ പറയാ ക്യാരീസ് ഔട്ട് ഇഫക്റ്റീവ് കൺട്രോൾ ആൻഡ് യൂസ് ഓഫ് മാൻ പവർ. ഇഫക്റ്റീവ് കൺട്രോൾ, യൂസ് ഓഫ് മാൻ പവർ, ആ 2 വേർഡ് നിങ്ങൾക്ക് മനസ്സിലാക്കിയ ഇറ്റ്സ് ദ ജനറൽ ഡെഫിനിഷൻ. പേഴ്സണൽ മാനേജ്മെന്റിന് ജനറൽ ആയിട്ട് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നു. എഡ്വിനും ഫ്ലിപ്പോ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. പ്ലാനിങ് ഉണ്ട്, മെയിൻറ്റെയിനിങ് ഉണ്ട്, പ്രൊക്യൂർമെന്റ് ഉണ്ട്, ഡെവലപ്മെന്റ് ഉണ്ട്, കോമ്പൻസേഷൻ ഉണ്ട്, ഇന്റഗ്രേഷൻ ഉണ്ട്. ഇതെല്ലാം എഡ്വിന്റെ ആണ്. ഓക്കെ. ആൻഡ് മറ്റേതിനകത്ത് സ്റ്റീഫൻ
പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തന്നതാ, കുറുക്ക് വിദ്യ പറഞ്ഞു തന്നതാ. മൂന്നാമത്തെ സ്റ്റീഫൻ ഡൺ കൊടുക്കുന്ന ഡെഫിനിഷനില് എന്തൊക്കെയാണ്? അട്രാക്ടിങ്, ഹോൾഡിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ എന്ന് പറയുന്ന ആ വേർഡുകൾ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. ആൻഡ് നമ്മൾ ആ ഒരു ഡെഫിനിഷൻ, സ്റ്റീഫൻ ഡൺ കൊടുത്ത ഡെഫിനിഷനിൽ നമുക്ക് കണ്ടെത്താൻ പറ്റിയ രണ്ട് പർട്ടിക്കുലർ വേർഡ്, ഒന്ന് ഹോൾഡിങ്ങും മറ്റൊന്ന് അട്രാക്ടിങ്. വാട്ട് ഈസ് മീൻ ബൈ ഹോൾഡിംഗ് ആൻഡ് റിട്ടൈനിങ്? ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ റിട്ടൈൻ ചെയ്യുക, രണ്ടും ഒന്ന് തന്നെയാണ്. എന്താ പറഞ്ഞാ അതിന്റെ അർത്ഥം എന്താ? ടു ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ്. അതായത് നമ്മളിവിടെ ഒരു വർക്കേഴ്സിന് ജോലി കൊടുക്കുമ്പോൾ ഏത് വിഭാഗത്തിലുള്ളതായിക്കോട്ടെ, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് തുടങ്ങി താഴെ ഏറ്റവും അടിയിലുള്ള ബോട്ടം ലെവൽ എംപ്ലോയീസ് വരെയുണ്ട്. ഇവിടെ നമ്മൾ ജോലി കൊടുക്കുമ്പോഴും അവരെ അവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ ടു പ്രൊവൈഡ് ബെറ്റർ വർക്കിംഗ് എൻവയോൺമെന്റ്, അവർക്ക് അവിടെ ജോലി ചെയ്യാനുള്ള ഒരു നല്ല എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുക. ആ നല്ലൊരു സിറ്റുവേഷൻ എൻവയോൺമെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ will be forced to work for that particular organization. നമ്മൾ നിർബന്ധിതരാകും അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ. കാരണം എന്താ? എനിക്ക് അവിടെ ഒരു ചുറ്റുപാട് നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ തന്നെ നിൽക്കാം. അല്ലെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഓടണമെന്ന് തോന്നുക അല്ലെ. അപ്പൊ ഹോൾഡ് ചെയ്യാന്ന് പറയുന്നത് പ്രൊവൈഡ് ബെറ്റർ വർക്കിംഗ് എൻവയോൺമെന്റ്, നല്ല രീതിയിലുള്ള വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് എംപ്ലോയീസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ മോട്ടിവേറ്റിംഗ്, മറ്റൊരു വേർഡ് നമ്മൾ കണ്ടത് അതേ ഡെഫിനിഷനിൽ തന്നെ മോട്ടിവേറ്റ്. ഹൗ ടു മോട്ടിവേറ്റ് ദ എംപ്ലോയീസ്? എങ്ങനെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാം? മനുഷ്യന്മാരെ മോട്ടിവേറ്റ് ചെയ്യാൻ എന്തേ ഉള്ളൂ, either monetary or non-monetary reward. കുറച്ച് കാശൊക്കെ ആയിട്ട് ഇടയ്ക്ക് കുറച്ച് അഡീഷണൽ എന്നാ പിടിച്ചോ ബോണസ് എന്ന് പറഞ്ഞ്, അതല്ലാതെ നോൺ മോണിറ്ററി റിവാർഡുകളും കൊടുക്കാം. എന്താ പറയാ, പൈസ അല്ലാതെ എന്തെങ്കിലും ചില ഗിഫ്റ്റുകളായിട്ട് എന്തെങ്കിലുമൊക്കെ ചില ജോലികളൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടൊരു ജോലി ചെയ്തു, ആളില് എല്ലാവർക്കും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി, അല്ലെങ്കിൽ ആ ആൾ കൊണ്ട് മറ്റൊരു രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള നേട്ടം ആ ഓർഗനൈസേഷൻ വരിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിന് ഒരു റിവാർഡ് കൊടുക്കുക അല്ലെ. അതൊക്കെ ഒരു മോട്ടിവേറ്റിംഗ് ആണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ഒരാൾ ചെയ്യുമ്പോൾ ആളുടെ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ആ ഒരു കഴിവിനാണ് ആള് ആ ഒരു ഓർഗനൈസേഷന് എന്തെങ്കിലും നേട്ടം കൈവരിച്ചു കൊടുത്തതെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ആൾക്കാരെ എന്ത് ചെയ്യും, നമ്മൾ പ്രോത്സാഹിപ്പിക്കും. സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊക്കെ പറഞ്ഞ് പണ്ട് റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ റാങ്ക് ഒക്കെ ആയിരുന്നു. ഫസ്റ്റ് പൊസിഷനിൽ ഇവിടെ ബാഡ്ജ് ഒക്കെ കുത്തി കൊടുക്കും. അത് അസംബ്ലിയിൽ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ട് നിർത്തി കൊടുക്കുന്നത് എന്തിനാ? ഇറ്റ്സ് ടു മോട്ടിവേറ്റ് അതേഴ്സ്. മറ്റുള്ളവർക്കും അതൊരു പ്രചോദനം ആണ്. ഇനിയും അവനത് വീണ്ടും ചെയ്യാൻ അവന് തന്നെയും പ്രചോദനം. അതുപോലെ തന്നെ കൂടി നിൽക്കുന്ന മറ്റുള്ളവർക്കും അടുത്തത് എനിക്കും അങ്ങനെ ഒരു പൊസിഷനിൽ എത്തണം എന്ന് ചിന്തിക്കും അല്ലെ. അതുപോലെ ഓരോ ജോലി സ്ഥാപനത്തിലുണ്ട്. അപ്പൊ മോട്ടിവേറ്റ് ചെയ്യുന്നത് മോണിറ്ററി ഓർ നോൺ മോണിറ്ററി റിവാർഡ്സിലൂടെയാണ്. അതൊക്കെ വേണ്ട സമയത്ത് അത് കൊടുക്കാം. പിന്നെന്താ പറയാ, അപ്പൊ ഇതൊക്കെ എന്താ പറയാ അവർക്ക് കൊടുക്കേണ്ട ചില അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാൻ കൊടുക്കുന്ന ചില ബെനിഫിറ്റുകളാണ്. അപ്പൊ അത്തരം റിവാർഡുകളും മോണിറ്ററി ബെനിഫിറ്റും ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പുറമേ നിൽക്കുന്നവർ ശരിയാണല്ലോ അവിടെ നല്ലൊരു ഇത്തരം കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, സോ വൈ ഷുഡ് എനിക്കും അങ്ങനെ ഒന്ന് കിട്ടണം. അപ്പൊ അവിടെ ഒരു ജോലി കിട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കാം, അട്രാക്ടിങ് പീപ്പിൾ എന്ന് പറയുന്ന ആ ഒരു വേർഡ് നമ്മൾ അതിൽ നിന്ന് ആ ഡെഫിനേഷന് കിട്ടിയത്. പിന്നെ എന്താണ് പറയാ, മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് എന്തൊക്കെയാണ് എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള പോളിസീസും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സും പ്രാക്ടീസസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ they have to obtain the personal satisfaction for the employees. മാത്രമല്ല ഈ പറയുന്ന മോട്ടിവേഷൻസ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അട്രാക്ട് ചെയ്ത് ഇവരൊക്കെ ഇവിടെ പിടിച്ചു നിർത്തിയതിനു ശേഷം ഇവർക്ക് എന്താ പറയാ പരമാവധി അവർക്ക് കിട്ടേണ്ട സാറ്റിസ്ഫാക്ഷൻ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ചില നിയമങ്ങളും കാര്യങ്ങളും പ്രാക്ടീസസും ഒക്കെ നടപ്പിലാക്കുക. അത് അവര് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഓരോ എംപ്ലോയീസും അവരവരുടേതായ ജോലി വളരെ തൃപ്തിയോടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പി ആയിട്ടാണ് ചെയ്തു തീർക്കുന്നതെന്ന് കൂടി ഒക്കെ വിലയിരുത്തുക. അപ്പൊ ഇതൊക്കെ അതിന്റെ ഒരു ചെറിയ ആ ഒരു ഡെഫിനിഷനിൽ നിന്ന് എടുത്ത ചില വീടാണ്. അപ്പൊ അട്രാക്ടിങ് ഓർക്കുക, മോണിറ്ററി നോൺ മോണിറ്ററി റിവാർഡ് കൊടുത്തിട്ട്. ഹോൾഡിങ് ഇംപ്രൂവിങ് വർക്കിംഗ് എൻവയോൺമെന്റ്, അതായത് വർക്കിംഗ് എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്തു കൊടുത്തുകൊണ്ട്. മോട്ടിവേറ്റിംഗ് ടു മേക്ക് പോളിസീസ് പ്രാക്ടീസസ് ടു ക്രിയേറ്റ് പേഴ്സണൽ ആ വേർഡ് ഓർത്താൽ മതി, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ടു ദ എംപ്ലോയീസിന് വ്യക്തിപരമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ഡെഫിനേഷനിലെ ഒന്നുകൂടി നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൽ നിന്ന് ഹോൾഡിംഗ്, അട്രാക്ടിങ്, മോട്ടിവേറ്റിംഗ് എന്ന് പറയുന്ന 3 വേർഡുകളുടെ മീനിങ്സും ആണ് ആ പറഞ്ഞത്. Now let's see what are the characteristics or qualities of a personal manager. ഈ പറയുന്ന
പേഴ്സണൽ മാനേജർ, അതായത് വ്യക്തികളെ, തൊഴിലിനെയൊക്കെ മാനേജ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട ചില ക്യാരക്ടറിസ്റ്റിക്സ്, ചില സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ദ പേഴ്സണൽ മാനേജർ മസ്റ്റ് ബി എ സ്പെഷ്യലിസ്റ്റ്. എന്താ പറയാ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എല്ലാത്തിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, എന്ത് കാര്യത്തെ കുറിച്ചും എന്താ പറയാ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയറൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കണം. എന്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളാണ് വേണ്ടത്? ഓർഗനൈസേഷണൽ തിയറിയിലാണ്. ഓർഗനൈസേഷൻ തിയറി എന്ന് പറയുമ്പോൾ ഇതൊരു തിയറിയാണ്, ഇറ്റ്സ് എ ഡിസിപ്ലിൻ. അതൊരു ഓർഗനൈസേഷന്റെ ഒരു എന്താ പറയാ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു പെരുമാറ്റച്ചട്ടം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ എത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ യാതൊരു തരത്തിലുള്ള തടസ്സമൊന്നും കൂടാതെ എത്ര ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു നല്ല രീതിയിൽ ഒരു എന്താ പറയാ അടക്കം ചുറ്റിയായിട്ടൊക്കെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ നമ്മള് ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിനെ മാത്രം പഠിക്കുകയല്ല, മൊത്തം ഒരുപാട് ഓർഗനൈസേഷൻസ്, ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഹോസ്പിറ്റൽസ്. അപ്പൊ ഹോസ്പിറ്റൽസിൽ അതുപോലെ തന്നെ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ എങ്ങനെയാണ് ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് നടക്കേണ്ടത്. ദാറ്റ് മീൻസ് ദേ മസ്റ്റ് ഹാവ് സം ഇൻസൈറ്റ്, ഒരു ഉൾക്കാഴ്ച അവർക്ക് ഉണ്ടായിരിക്കണം. എന്തിനെ കുറിച്ചിട്ട്? ഹൗ ടു റൺ ദ ബിസിനസ്, എന്തൊക്കെയാണ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഫങ്ഷൻസ്, ആൻഡ് ഹൗ ക്യാൻ ദേ ഡെവലപ്പ് ആൻഡ് അഡോപ്റ്റ് ചേഞ്ചസ്, എങ്ങനെയൊക്കെ നമ്മുടെ ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇതെല്ലാമാണ് ഈ ഓർഗനൈസേഷണൽ തിയറി എന്ന് പറഞ്ഞാൽ. ഇത് ഓർഗനൈസേഷണൽ തിയറി എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്, ആ ബിസിനസ് എത്രത്തോളം അത് എന്താ പറയാ ബിസിനസ് എങ്ങനെയാണ്, എന്താണെന്ന് എന്റെ ബിസിനസ്, ആ ബിസിനസിന്റെ ഫങ്ഷൻസ് എന്താണ്, അതെങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, അതിനെ നമുക്ക് എങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാക്കാം. പല ചേഞ്ചസും പല രീതിയിലും പല സമയത്തും കൊണ്ടുവരേണ്ടി വരും. ബിസിനസ് എപ്പോ തുടങ്ങിയതുപോലെ തന്നെയല്ല അവസാനം വരെ ഉണ്ടാകുക, ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാം. ഇതെല്ലാത്തിനെയും കുറിച്ചുള്ള ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ അടുക്കും ചിട്ടയുമായിട്ടുള്ള ഒരു ഇൻസൈറ്റ് ആർക്കുണ്ടായിരിക്കണം? പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കണം. ആ ഓർഗനൈസേഷന്റെ തിയറിനെ സംബന്ധിക്കുന്ന ഒരു ഉൾക്കാഴ്ച പുള്ളിക്കാരൻ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ആളെ എന്ത് വിളിക്കുക? he or she should be specialist in organizational theory and also effective advisor to the management. ഇനി ഏതെങ്കിലും മേഖലകളിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുത്ത് അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നമ്മുടെ ടോപ്പ് ലെവൽ മാനേജർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതായത് നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള മാറ്റേഴ്സ്, ഓർഗനൈസേഷണൽ മാറ്റേഴ്സിനെയൊക്കെ സംബന്ധിച്ച പല കാര്യങ്ങളും ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെ അറിയിക്കുക. ചില ഇൻഫോർമേഷൻസ്, അഡ്വൈസസ്, ചിലപ്പോൾ ഒരു ഉപദേശമാകാം, ചിലപ്പോൾ ഇൻഫോർമേഷൻസ് ആകാം. അത് ഏതാണോ അത് ഹോസ്പിറ്റൽ പോലെയുള്ള പല ഓർഗനൈസേഷനിലും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ തന്റേതായ ഒരു അഭിപ്രായം മനസ്സിലാക്കി കൊടുക്കാനും ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെ അറിയിക്കാനും, തന്റേത് മാത്രമല്ല തന്റെ ഡിപ്പാർട്ട്മെന്റിലും കൂടി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും എന്താ പറയാ വ്യക്തമായ തീരുമാനങ്ങൾ അറിയിക്കാനും എടുക്കാനുമുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം ഒരു പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. പേഴ്സണലിന്റെ വേർഡിന്റെ ഒരു സ്പെല്ലിംഗ് കൃത്യമായിട്ട് ഓർക്കുക. PRSONAL അല്ല, അത് വ്യക്തി എന്നാണ്. ഇത് PRSONNEL ആണ്. ദാറ്റ് മീൻസ് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ആളാണ് ആ പേഴ്സണൽ മാനേജർ. അപ്പൊ അതുകൊണ്ട് ഓർഗനൈസേഷൻ തിയറിനെ കുറിച്ചിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കണം. ആൻഡ് ഓൾസോ ഹി ഓർ ഷീ ഷുഡ് ബി ഇഫക്റ്റീവ് അഡ്വൈസർ ടു ദ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് വേണ്ടത്ര നിർദ്ദേശങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാറ്റേഴ്സിൽ കൊടുക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം. ആൻഡ് തന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റിനെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാൻ, അറേഞ്ച് ചെയ്യാനുള്ള കഴിവുള്ള ആളായിരിക്കണം. ക്ലിയർ ആയോ? ആ ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? ഇത്തിരി ഇതായിട്ട് ഇതിരിക്കുന്നു മാത്രമേ ഉള്ളൂ. കാര്യം ഇത്രേ ഉള്ളൂ. വായിച്ചു നോക്കിയാൽ personal manager must be specialized in organizational theory and likely be an effective advisor to top management in organizational matters as well as being able to organize his own department. തന്റെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിനെ താഴ്ന്നുകൊണ്ടല്ല കേട്ടോ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഓക്കെ ആ ഒരു സെന്റൻസ് ഇത്തിരി ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ അത് വായിച്ചതിന്റെ മീനിങ് പറഞ്ഞത്. ഇനി എന്താ ആകേണ്ടത്? പിന്നെയുള്ള എന്തായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ എന്താ? he or she should be real expertise ആകുക എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെർട്ട് ആകുക ഇൻ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ. തൊഴിലാളികളെയൊക്കെ നല്ല കൃത്യമായിട്ട് ഭരിക്കാനും മാനേജ് ചെയ്യാനൊക്കെയുള്ള കഴിവുണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നോളജ് ഓഫ് റെലവന്റ് ലോസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്സ്. ആ ബിസിനസ് ഓർഗനൈസേഷന്റെ നിയമങ്ങൾ, അതിന്റെ പ്രൊസീജിയേഴ്സ്, അതിന്റെ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ, വശങ്ങൾ, ഇതൊക്കെ അറിവുള്ള ആളായിരിക്കണം. അല്ലാതെ ഓരോ സംശയങ്ങളോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും കാര്യങ്ങളോ മറ്റേതെങ്കിലും എംപ്ലോയീസോ മറ്റോരൊക്കെ ഇവരുമായിട്ടൊക്കെ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചോദിച്ചാൽ അതെനിക്കറിയില്ല എന്ന് പറയാനായിട്ട് ഇടവരരുത്. അതുകൊണ്ട് ഓരോ ഓർഗനൈസേഷന്റെയും അതിൻ്റെതായ നിലവിലുള്ള ലോസ്, പ്രൊസീജിയേഴ്സ്, ടെക്നിക്സ് ഒക്കെ അറിവുള്ള ഒരു എക്സ്പേർട്ട് ആയിരിക്കണം. എന്താ എക്സ്പേർട്ടിന്റെ പ്രത്യേകത?
വൈദഗ്ധ്യമാണ്. എന്ത് എല്ലാത്തിലും കൃത്യമായിട്ടുള്ള ആൻസർ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ സംശയത്തിന് ഇടവെടുക്കാൻ പാടില്ല. എക്സ്പേർട്ട് ആയിരിക്കണം. എക്സ്പേർട്ട് ആകുമ്പോൾ എന്താ പറയാ, ഞാൻ അതിൽ എഫിഷ്യന്റ് ആണ്, എക്സ്പേർട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇനി എന്തെങ്കിലും ആരെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എനിക്ക് ഉത്തരമില്ലായിരിക്കില്ല. അതുകൊണ്ടാണ് എക്സ്പേർട്ട് ആയിരിക്കണം. അപ്പൊ നല്ല രീതിയിൽ പേഴ്സണൽ മാനേജ്മെന്റ് ചെയ്യാനായിട്ട് എക്സ്പേർട്ട് ഉള്ള ആളായിരിക്കണം. ഞാൻ ഇപ്പൊ ആരെങ്കിലും മാനേജ് ചെയ്യണമെങ്കിൽ ഐ ഷുഡ് ഹാവ് known about the laws, practice and also the techniques of that particular organization. ഞാനിപ്പോ മറ്റുള്ളവരെ ഭരിക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയാണ്ട് ഞാൻ ഭരിക്കാൻ ചെന്നിട്ട് കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. എനിക്ക് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം കൃത്യമായിട്ട്, എന്നിട്ടാണ് ഞാൻ മറ്റുള്ളവരെ മാനേജ് ചെയ്യേണ്ടത്. അതാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഹി ഷുഡ് ഹാവ് an ample knowledge of behavioral sciences. വീണ്ടും പറയാണ്, ആംപിൾ നോളജ്, കൃത്യമായ അറിവുണ്ടായിരിക്കണം. എന്തിനെ കുറിച്ച്? ബിഹേവിയറൽ സയൻസ്. വാട്ട് യു മീൻ ബൈ ബിഹേവിയറൽ സയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റഡീസ് ദാറ്റ് മോട്ടിവേറ്റ്സ് എംപ്ലോയീസ്. അതായത് അതൊരു തരം എന്താ പറയാ ശാസ്ത്രശാഖയാണ്. അത് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ ഈ ബിഹേവിയറൽ സയൻസസ് ഒക്കെ കൊണ്ടുവരേണ്ട ഒരു തരം ശാസ്ത്രമാണത്. എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാം, എന്ത് കൊടുത്ത് അവരെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാം. കുറച്ച് എന്താ പറയാ പുഷും ഫോഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് എങ്ങനെ, ഹൗ ടു മോട്ടിവേറ്റ് എംപ്ലോയീസ്, ഹൗ ടു മേക്ക് ദം വർക്ക് മോർ ഇഫക്റ്റീവ്ലി. മോട്ടിവേഷൻ കൊടുത്ത് അവരിൽ നിന്ന് പറയേണ്ട 100% അവരെ കൊണ്ട് എങ്ങനെ പുറത്തേക്ക് എടുപ്പിക്കാം, അവരെ കൊണ്ട് കൂടുതൽ എഫക്റ്റീവായിട്ട് എങ്ങനെ പ്രവർത്തനക്ഷമമാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക. അതിനെയാണ് ബിഹേവിയറൽ സയൻസസ് എന്ന് വിളിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ്സുകാരുടെ അവരുടെ അവസാനമായിട്ടുള്ള ലക്ഷ്യം, അതിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കലാണ്. അപ്പൊ ആ ലാഭം ഉണ്ടാക്കുന്ന ആ വലിയ ലക്ഷ്യത്തിന്റെ ആ പ്രക്രിയയിൽ ഉള്ള എംപ്ലോയീസിനെ ഹൗ ടു മോട്ടിവേറ്റ്, അവരെ എങ്ങനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം, അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ആ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഗിവ് മോർ ഇഫക്റ്റീവ് വർക്ക്. അവർ അവരുടേതായ രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ജോലി ഇങ്ങോട്ട് തരും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം, അതിന്റെ ഒരു ശാസ്ത്രശാഖയാണ് ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പേഴ്സണൽ മാനേജർക്ക് ബിഹേവിയറൽ സയൻസിനെ കുറിച്ചിട്ട് എന്തുണ്ടാവണം, ഒരു നോളജ്. അതെന്താന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ മോർ ഇഫക്റ്റീവ് ആയിട്ട് ജോലി ചെയ്യിപ്പിക്കാനും ഉള്ള ഒരു സയൻസ്. അതിനെയാണ് ബിഹേവിയറൽ സയൻസ് പറയുക. അപ്പൊ ആ ബിഹേവിയറൽ സയൻസിനെ കുറിച്ച് ഇവിടെ ഒരുപാട് ജോലികളുണ്ട്. ഞാനൊരു പേഴ്സണൽ മാനേജറാണ്. അപ്പൊ ഇവരെയൊക്കെ എന്ത് കൊടുത്ത് ഇവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അത് പഠിക്കണം ഞാൻ അവരിൽ നിന്ന്. അപ്പൊ നമ്മൾ അവരെ എല്ലാ ദിവസവും കണ്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വീക്ഷിച്ച് കുറച്ച് ദിവസമൊക്കെ പിടിക്കും. അങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഇന്ന രീതിയിൽ പ്രവർത്തിക്കാം എന്ന് പേഴ്സണൽ മാനേജർക്ക് അറിയണം. എന്നിട്ട് അതിനുള്ള സ്റ്റെപ്സ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, മോട്ടിവേറ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അല്ലെ, ഇവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ച് കൂടുതൽ റിസൾട്ട് ആ ഒരു ഓർഗനൈസേഷനിൽ അവരുടെ വർക്കിൽ നിന്ന് കാണിപ്പിക്കുക. അതാണ് ബിഹേവിയറൽ സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ he or he should must have acute sense of social justice എന്ന് പറഞ്ഞാൽ എന്താ? സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ നീതി, ന്യായം ഒക്കെ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാൻ ഒരു വ്യക്തിക്ക് ഫേവർ ചെയ്ത് ഒന്നും ചെയ്യാൻ പാടില്ല. എന്റെ മുമ്പിൽ ഓൾ ആർ ഈക്വൽ. ഞാൻ ഒരു പേഴ്സണൽ മാനേജറാണ്, ഇവരെല്ലാവരും മാനേജ് ചെയ്യുന്നത് ഞാനാണെങ്കിൽ ഒരാൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണാം. മെൻ ആയിക്കോട്ടെ വിമൻ ആയിക്കോട്ടെ, സ്ത്രീ പുരുഷ ഭേദമില്ല. ജെൻഡർ ഈക്വാലിറ്റി ആണ് വേണ്ടത്. എല്ലാവരും തുല്യരാണ്. ഞാൻ അവരോട് ചെയ്യുന്ന പോലെ തന്നെയാണ് മറ്റുള്ളവരോട്. അപ്പൊ അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഓൾസോ fully appreciative of the rights and interests of whether it is men or women. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഓരോരുത്തരും ചെയ്യുന്ന ജോലിക്ക് അവർക്ക് അവരുടേതായ അപ്രീസിയേഷൻ കൊടുക്കുക. ആണുങ്ങളെ സൂപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾ അതേ ജോലി ചെയ്തിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാതെ വിടരുത്. എവിടേക്ക് അങ്ങനെയൊക്കെ പറ്റുന്ന സമയത്തൊക്കെ അവരവരുടേതായ രീതിയിൽ അവർക്കുള്ള അപ്രീസിയേഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഹോസ്പിറ്റൽ പോലെയുള്ള പല ഓർഗനൈസേഷനിലും അതിൻ്റെതായ രീതിയിൽ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. അപ്പൊ സോഷ്യൽ ഇൻജസ്റ്റിസ് കാണിക്കാൻ പാടില്ല. ജസ്റ്റിസ് ആയിട്ട് പെരുമാറുക, ന്യായമായ കാര്യങ്ങളിൽ ന്യായത്തോടൊപ്പം നിൽക്കുക. ഫേവറബിൾ ആയിട്ട് ആർക്കെങ്കിലും ചെയ്യുക, മറ്റൊരാളോട് അത് അൺഫേവറിസം ആയിട്ട് കാണിക്കുക, അങ്ങനെ പാടില്ല. അപ്പൊ മാത്രമല്ല മെൻ ആൻഡ് വിമൻ എന്ത് ജോലി ചെയ്താലും ഇറ്റ് ഷുഡ് ബി അപ്രീഷിയേറ്റ്. നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? And he should be capable of creative thinking. പിന്നെന്താ? ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടാവണം. എന്ന് വെച്ചാൽ
സ്വന്തമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന എനിക്ക് ഒരു ഐഡിയ എന്റേതായിട്ടുള്ള ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് എന്താ പറയാ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ നമുക്ക് തന്ന അപ്പൊ പേഴ്സണൽ മാനേജർ എന്ന രീതിയിൽ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം സ്വന്തമായിട്ട്. മറ്റുള്ളവരുടെ ചിന്തയെ കടം വാങ്ങിച്ചോ അവരിൽ നിന്ന് എടുത്തിട്ടോ അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. എനിക്ക് ഇന്നതാണ് ഇത്, ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നമുക്ക് വി ക്യാൻ ഗെറ്റ് മോർ റിസൾട്ട്സ് ഫ്രം ദ എംപ്ലോയീസ്. ജോലിക്കാരിൽ നിന്നും നല്ല റിസൾട്ടുകൾ നേടിയെടുക്കാൻ ഇന്ന കാര്യമൊക്കെ ചെയ്താൽ മതി. എന്റെ ഒരു ഐഡിയ, ഞാനൊരു സജഷൻ പറയാലോ നമുക്ക്. അപ്പൊ ഒരു പേഴ്സണൽ മാനേജർക്ക് ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഓൾസോ ദേ ഷുഡ് ഹാവ് പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്ക്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ട്, എംപ്ലോയീസ് ഒക്കെ ഉണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകും. രണ്ടുപേരും തമ്മിൽ ഇരിക്കുമ്പോൾ തന്നെ പ്രശ്നം. അപ്പൊ പിന്നെ ഇത്രയും അധികം ആളുകളൊക്കെ നിൽക്കുന്ന ഒരു വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാകും. പക്ഷെ ആ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഹൗ ടു സോൾവ് അതിനുള്ള ടെക്നിക്ക് കയ്യിലുണ്ടായിരിക്കണം. അപ്പൊ പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആരെ സംബന്ധിച്ച്, പേഴ്സണൽ മാനേജറിനെ സംബന്ധിച്ച്. മാത്രമല്ല അവർക്ക് ഒരു കേപ്പബിലിറ്റി ഓഫ് ലീഡർഷിപ്പ്, ഒരു ലീഡർഷിപ്പ് കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു. ഞാൻ എന്റെ നേതൃത്വത്തില് ഇവരെല്ലാം കൃത്യമായി ചെയ്തോളും, അതിനുള്ളൊരു കോൺഫിഡൻസും കറേജും അതിന്റെ ഒരു കപ്പാസിറ്റിയും ഒക്കെ ആൾക്കുണ്ടായിരിക്കണം. അപ്പൊ എന്താ കേപ്പബിലിറ്റി ഓഫ് ലീഡർഷിപ്പ്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. പിന്നെന്താ ഭയങ്കര എന്താ പറയാ ഭയങ്കര റൂഡായിട്ടൊക്കെ ആളുകളോട് പെരുമാറും. ഇത്തിരി ഫ്രണ്ട്ലി ആയിട്ട്, എത്രത്തോളം നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടാണ് എംപ്ലോയീസിനോട് ഇടപെടുന്നത് അത്രത്തോളം ഗുഡ് റിസൾട്ട് അവര് ഓർഗനൈസേഷന് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഫ്രണ്ട്ലി, ടാക്ട്ഫുൾ ആൻഡ് അപ്രോച്ചബിൾ നേച്ചർ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഈസി ആയിട്ട് അവര് നമ്മളോട് മിങ്കിൾ ചെയ്ത് എന്ത് കാര്യവും തുറന്ന് സംസാരിക്കണമെങ്കിൽ എന്ത് വേണം, ഫ്രണ്ട്ലി ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അപ്പുറത്തും പോയി അടക്കം പറയാൻ മാത്രമേ ഉള്ളൂ. പേഴ്സണൽ മാനേജറിനെ കാണുമ്പോൾ എവിടെയെങ്കിലും മാറി ഒളിച്ചിരിക്കും, അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉള്ളിൽ കൂടി ഉണ്ടാക്കിയെടുക്കും പരസ്പരം, ആര് എംപ്ലോയീസ് ഒക്കെ തമ്മില്. ആ സമയം നമുക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു മാനേജർ ആവുമ്പോഴോ നമ്മളത് കറക്റ്റ് ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമുക്ക് നമ്മളുടേതായ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളൊക്കെ കൂടി ചേർന്ന് അതിനെ സോൾവ് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുപോകും. മാത്രമല്ല അപ്രോച്ചബിൾ നേച്ചർ ആയിരിക്കണം. ചിലപ്പോ അതിനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല, കാണുമ്പോഴേക്കും ആളുകളെ പേടിച്ചോടി മാറി നിൽക്കും. അങ്ങനെ ആകരുത്. ഒരു ഫ്രണ്ട്ലി, ഒരു എന്താ പറയാ ടാക്ട്ഫുൾ ആൻഡ് ഓൾസോ അപ്രോച്ചബിൾ നേച്ചർ ഉള്ള ആളായിരിക്കണം പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. പിന്നെന്താ ഇനീഷ്യേറ്റീവ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി. അപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റി വേണമെന്ന് പറഞ്ഞു, പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണമെന്ന് പറഞ്ഞു. കൂടാതെ ഒരു സ്വന്തമായിട്ട് ഇനീഷ്യേഷൻ, ഡിസിഷൻ മേക്കിംഗ് അതിനുള്ള കഴിവുണ്ടായിരിക്കണം. ഡിസിഷൻ മേക്കിങ്ങിന് തീർച്ചയായിട്ടും നല്ല കഴിവുള്ള ആളായിരിക്കും. സ്വന്തമായിട്ട് തീരുമാനിക്കാം, എന്നതാണ് എനിക്ക് തീരുമാനം എടുക്കാൻ. പിന്നെ മാത്രമല്ല ഹി ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് എ ട്രസ്റ്റ് അമംഗ് ദ കോവർക്കേഴ്സ്, ദാറ്റ് മീൻസ് ദ കൊളീഗ്സ്. കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ തന്റെ സ്വന്തം ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാർ, അതെയാണ് കൊളീഗ്സ് എന്ന് വിളിക്കുക അല്ലെ. അപ്പൊ കൊളീഗ്സുമായിട്ട് ഒരു ട്രസ്റ്റ്, ഒരു വിശ്വാസം, അതായത് എന്നോട് കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നമ്മൾ ഒളിച്ചു വെക്കില്ല എന്നൊരു വിശ്വാസം. അപ്പൊ ആളുകളുടെ ഇടയിൽ ഒരു വിശ്വാസം എന്താ പറയാ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് കഴിവുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ ആളുകൾക്ക് നമ്മളുടെ വിശ്വാസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമുക്കറിയാലോ. വിശ്വാസ്യത നേടിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ വിശ്വാസം ഇല്ലെങ്കിൽ അവരൊന്നും നമ്മളോട് ഷെയർ ചെയ്യില്ല. അവർ നമ്മളോടൊന്നും ഷെയർ ചെയ്തില്ലെങ്കിൽ അവർ പരസ്പരം കിടന്ന് ഷെയർ ചെയ്യും. അവസാനം അത് എങ്ങൊന്നും എത്തില്ല, പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയേ ചെയ്യുള്ളൂ ഏതിലോ ഓർഗനൈസേഷനിൽ. അപ്പൊ ഒരു ട്രസ്റ്റ് അമംഗ് കോളീഗ്സിന്റെ ഇടയിൽ ഒരു വിശ്വാസം ഉള്ള ആളായിരിക്കണം. ആൻഡ് കോപ്പറേറ്റ് വിത്ത് സബോർഡിനേറ്റ്സ് ഇൻ ടൈം ഓഫ് ഡിഫിക്കൽട്ടി. ഏത് പ്രശ്നസന്ധികളിൽ ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും തന്റെ സബോർഡിനേറ്റ്സുമായിട്ട്, തന്റെ താഴെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളിൽ എപ്പോ വേണമെങ്കിലും അവരോട് കോപ്പറേറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളായിരിക്കണം. ഇപ്പൊ എനിക്ക് സമയമില്ല, പറ്റില്ല എന്നൊക്കെ അങ്ങനെയൊന്നും പാടില്ല. ഒരു എപ്പോ വേണമെങ്കിലും അറ്റ് എനി ടൈം സബോർഡിനേറ്റ്സുമായിട്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരുടെ സൊല്യൂഷൻസ് കണ്ടെത്താനും ഒക്കെ കേപ്പബിൾ ആയിട്ടുള്ള ആളായിരിക്കണം. ആൻഡ് മാത്രമല്ല ഇനഫ് ടു ഗെറ്റ് ഫീഡ്ബാക്ക്. ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈ പേഴ്സണൽ മാറ്റേഴ്സ്, അതായത് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന്, അതായത് തൊഴിലാളികളിൽ നിന്ന് ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യാനും ആൻഡ് വെനെവർ നെസസറി ആവശ്യമുള്ള സമയത്ത്, അതായത് അവരുടെ ഓർഗനൈസേഷന്റെ ഫങ്ഷൻസ് അതിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം കാര്യങ്ങൾ എന്താ പറയാ ഓർഗനൈസേഷനിലെ കാര്യങ്ങൾ കൊണ്ടുപോകുക. ആൻഡ് മാത്രമല്ല നമുക്കറിയാം ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായ രീതിയിൽ കുറെ പോളിസീസും മറ്റു കാര്യങ്ങളൊക്കെ തൊഴിൽ സംബന്ധമായിട്ടുള്ള രീതികളും ന്യായങ്ങളൊക്കെ രൂപീകരിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അക്കോർഡിംഗ് ടു ദാറ്റ് അതിനനുസൃതമായിട്ടാണ് ഓരോ എംപ്ലോയീസും ഫംഗ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത് അതിന്റെ താല്പര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. അത് മാത്രമല്ല അതിന്റെ ഫീഡ്ബാക്കുകളൊക്കെ നമ്മുടെ എംപ്ലോയീസിൽ നിന്നൊക്കെ ആവശ്യമായിട്ട് എടുക്കുക, കൊടുക്കുക ഒക്കെ ചെയ്യുക. അപ്പൊ അതിനും പ്രോംപ്റ്റ് ചെയ്യണം, അതിനും പറ്റുന്ന രീതിയിലുള്ള ആളായിരിക്കണം പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. അപ്പൊ പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ആണ്
നമ്മൾ പറഞ്ഞത് കേട്ടോ. ആ ചെറിയ ചെറിയ ക്വാളിറ്റീസ് ഒക്കെ ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കണം. നീളമുള്ളതില്ല, ഏറ്റവും കുഞ്ഞിതൊക്കെ ഇല്ലേ, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് തിങ്കിങ്, പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്ക്, എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, അവിടെ തന്നെ പറയുന്ന കാര്യം നോട്ട് ചെയ്ത് വെക്കണേ. പിന്നീട് ചിലപ്പോ 4ാമത്തെ പോയിന്റ്, അതായത് മസ്റ്റ് ഹാവ് അക്യൂട്ട് സെൻസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യപരമായിട്ടുള്ള നീതി, ന്യായം കാണുന്ന ഭാഗത്ത് നിൽക്കണം. അന്യായമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. പുരുഷന്മാരോട് വേറെ രീതിയിൽ, സ്ത്രീകളോട്, അതൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാ. അങ്ങനെ വേർതിരിവ് കാണിക്കാൻ പാടില്ല. എല്ലായിടത്തും ന്യായം എവിടെയോ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക, ന്യായമായ രീതിയിലുള്ള കാര്യങ്ങളിൽ ബിസിനസ് ഓർഗനൈസേഷന്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ആ ചെറിയ ചെറിയ പോയിന്റ് കേട്ടോ. കേപ്പബിൾ ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്ക്, ലീഡർഷിപ്പ് കേപ്പബിലിറ്റി, പിന്നെ അപ്രോച്ചബിൾ, ഫ്രണ്ട്ലി, ടാക്ട്ഫുൾ നേച്ചർ, ഇനിഷ്യേറ്റീവ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, ജനറേറ്റ് ട്രസ്റ്റ് അമംഗ് കൊളീഗ്സ്. ആ ഒരു അത്രയും പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് ബ്രാക്കറ്റ് ഇട്ട് വെച്ചോ. ആ പോയിന്റുകൾ ചിലപ്പോ വിച്ച് ആർ ദ ഫോളോയിങ് ക്വാളിറ്റീസ് റിക്വയർഡ് ഫോർ എ പേഴ്സണൽ മാനേജർ എന്ന് ചോദിച്ചിട്ട് അതിനകത്ത് ഏതെങ്കിലുമൊക്കെ തരും. ചിലപ്പോ എല്ലാം പറഞ്ഞുതരും, അല്ലെങ്കിൽ അതിനകത്ത് പെടാത്തത് വരും. മനസ്സിലായോ? മാർക്ക് ചെയ്യാൻ പറയുന്നത് മാർക്ക് കഴിഞ്ഞ് നമ്മൾ വേറെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ചാപ്റ്ററുകളിൽ നിന്ന് തരുന്നതല്ല. അതുകൊണ്ടാണ് നിങ്ങളോട് അത് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് നോട്ട് ചെയ്യാൻ പറയുന്നത്. റൈറ്റ്, ക്ലിയർ ആയല്ലോ? അത്ര എളുപ്പത്തിൽ നമുക്ക് വിടാൻ പറ്റുന്ന ഒരു, എന്താ പറയാ, ഇങ്ങനെ ഓടിച്ച് പറയുകയൊക്കെ ചെയ്യാം. പക്ഷെ നിങ്ങളോട് അത് ഓരോ സെന്റൻസ് വായിച്ച് മനസ്സിലാക്കി തരുന്നതിന്റെ കാര്യം അതാണ്. അങ്ങനത്തെ ചാപ്റ്റർ ആയതുകൊണ്ട്, അല്ലാതെ നമ്മൾ ഇനി കുറെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ള ചാപ്റ്ററും അല്ല. ഓക്കെ, നൗ അപ്പൊ നമ്മള് പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ, ക്വാളിറ്റീസ് എന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് വാട്ട് ഈസ് ദ റോൾ ഓഫ് എ പേഴ്സണൽ മാനേജർ, പേഴ്സണൽ മാനേജറിന്റെ പ്രധാനപ്പെട്ട പങ്ക് എന്താണ്, റോൾ എന്താണ്, എന്ത് കാര്യമാണ് പുള്ളിക്കാരൻ അവിടെ ചെയ്യുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു അവർ ചെയ്യുന്ന റോൾ അനുസരിച്ച് ഇറ്റ്സ് ഡിവൈഡഡ് ഇൻടു 4. 4ആയിട്ടാണ് അവരുടെ ഓരോ റോളുകളെ ഇങ്ങനെ, എന്താ പറയാ, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? പേഴ്സണൽ റോൾ, തൊഴിൽപരമായിട്ടുള്ള ഒരു പങ്ക്, വെൽഫെയർ റോൾ, ക്ഷേമത്തിൻ്റെതായ പങ്ക്, ക്ലറിക്കൽ റോൾ, എന്തെങ്കിലുമൊക്കെ ക്ലറിക്കൽ വർക്കുകളൊക്കെ ചെയ്യേണ്ടതുമായിട്ടുള്ള പങ്ക്, ഫയർ ഫൈറ്റിംഗ് റോൾ. അപ്പൊ ഇങ്ങനെ 4 ഹെഡിങ് ആണ്, ഓർക്കണം. ആ 4 റോള് ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കും, അതൊന്ന് നോട്ട് ചെയ്ത. പേഴ്സണൽ റോൾ, വെൽഫെയർ റോൾ, ക്ലറിക്കൽ റോൾ ആൻഡ് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ എന്ന് പറയുന്ന 4 റോളുകളായിട്ടാണ് നമ്മുടെ പേഴ്സണൽ മാനേജറിന്റെ റോളിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ റോളിലും എന്തൊക്കെയാണ്, അപ്പൊ പേഴ്സണൽ റോളിൽ വരുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ വെൽഫെയർ റോളിൽ പെടാത്തത് ഏതാണ്, ക്ലറിക്കൽ റോളിൽ വരുന്നത് ഏതാണ്, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളിൽ വരാത്തത് ഏതാണ്, അങ്ങനെയൊക്കെ ഈ പെട്ടി മൊത്തം ഇമ്പോർട്ടന്റ് ആണ്. സോ ആ പെട്ടിയുടെ മുകളിൽ ആ സൈഡില് NB അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ പേഴ്സണൽ റോളാണ് നമ്മുടെ പേഴ്സണൽ മാനേജർക്കുള്ളത്. നോക്കാം. ഒന്നാമത്തേത് അഡ്വൈസറി മാനേജ്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഹൗ ടു യൂസ് ദ ഹ്യൂമൻ റിസോഴ്സസ്, അതായത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിനെ, നിലവിലുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഹ്യൂമൻ റിസോഴ്സസിനെ അല്ലെങ്കിൽ മാൻ പവറിനെ എങ്ങനെ ഉപയോഗിക്കാം, അതിന്റെ ഒരു അഡ്വൈസറി, അതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ ടോപ്പ് മാനേജ്മെന്റിലേക്ക് എത്തിക്കുക. ഇവരെയൊക്കെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുക കേട്ടോ. ഇവർക്ക് ഇന്ന കഴിവുണ്ട് എന്ന് ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? ഈ പേഴ്സണൽ മാനേജ്മെന്റ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പുകാർ മനസ്സിലാക്കണം. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ചില ഉപദേശങ്ങൾ ടോപ്പ് ലെവലിലേക്ക് നമുക്ക് കൈമാറാം. ഇവരെയൊക്കെ ഈ രീതിയിലൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന്റെ എന്താ പറയാ സക്സസിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു അഡ്വൈസറി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു റോള് ആർക്കുണ്ട്? പേഴ്സണൽ മാനേജർക്കുണ്ട്. അപ്പൊ അഡ്വൈസിംഗ് മാനേജ്മെന്റ് ഓൺ ഇഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സുകളെ എങ്ങനെ ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിന്റെ അഡ്വൈസ്. ഓക്കെ, ഇനി രണ്ടാമത് എന്താണ്? ഞാൻ പേഴ്സണൽ റോൾ തന്നെയാണ് പറയുന്നത്. മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, അതും ഇവരുടെ റോളിൽ പെട്ടതാണ്. എങ്ങനെ നമുക്ക് പുതിയ പുതിയ സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യാം, അപ്പോയിന്റ് ചെയ്യാം, അവരുടെ സെലക്ഷൻ, അതൊക്കെ ഇവരുടെ പേഴ്സണൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ തൊഴിലാളികളെ എങ്ങനെയൊക്കെ പുതിയത് നിയമിക്കാം, അത് അപ്പോയിന്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഇവരുടേതായ ചില പങ്കുണ്ട്. അപ്പൊ ആ പങ്കും ഇവർക്കാണ്. മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, അപ്പോയിന്റ്മെന്റ്, സെലക്ഷൻ ഒക്കെ വരും. ഓക്കെ, മൂന്നാമത് എന്താണ്? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമെൻ. അതായത് ഈ അപ്പോയിന്റ് ചെയ്ത ആളുകളെയൊക്കെ, ലൈൻമെൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ലൈൻ സ്റ്റാഫുകളെല്ലാം, അവിടെയുള്ള ലൈൻ സ്റ്റാഫുകളെ എല്ലാം തന്നെ എങ്ങനെ പുതിയ കാര്യങ്ങളിലേക്ക് അവരെ ട്രെയിൻ ചെയ്യാം, അവരെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതും തൊഴിലുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ ഒരു പേഴ്സണൽ റോളും അവിടെ വരുന്നുണ്ട്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമെൻ, ലൈനിലുള്ള മീൻസ് ലൈൻ സ്റ്റാഫ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ? മെഷർമെന്റ് ഓഫ്, അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. ഓരോ വ്യക്തികളും
ഇത് വ്യക്തിപരമായിട്ട് ഓരോ ജോലിക്കാരും അവരെങ്ങനെ പ്രവർത്തിക്കുന്നു, അവരെ കുറിച്ചൊരു വിലയിരുത്തലുകൾ, അവര് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എങ്ങനെയാ, ഗ്രൂപ്പായിട്ട് അവര് സമൂഹമായിട്ട് എന്ന് വെച്ചാൽ ഒരു കുറെ ജോലിക്കാരൊക്കെ തമ്മിൽ പല പല ഗ്രൂപ്പൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ ഓരോ ഗ്രൂപ്പിലും ആ ഗ്രൂപ്പിലും അവരുടെ വിലയിരുത്തലുകൾ. അപ്പൊ അവർ വിലയിരുത്തുക, ഓവറോൾ എന്താ പറയാ, ഹ്യൂമൻ റിസോഴ്സുകളെ വിലയിരുത്തുക. ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് അവരുടെ നേച്ചറൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാകണം ഏത് രീതിയിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അത് അവർ എത്രത്തോളം നമ്മുടെ ഓർഗനൈസേഷനോട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി എത്രത്തോളം അവര് എന്താ പറയാ അഡ്ജസ്റ്റബിൾ ആണ്, നമ്മുടെ ഓർഗനൈസേഷനിൽ ജോലി ചെയ്തു തരാനായിട്ട് എത്രത്തോളം എന്താ പറയാ ഇന്റിമസി നമ്മളുടെ ഓർഗനൈസേഷനോട് നമുക്ക് എത്രത്തോളം എന്താ പറയാ ഒരു അടുപ്പം, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ആ ഒരു ഓർഗനൈസേഷനെ വളർത്തണം എന്ന് ഓരോരുത്തരെയും മനസ്സിലുണ്ടെങ്കിൽ അത് അത്ര അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും അല്ലെ. എന്റെ ഓർഗനൈസേഷൻ വളരേണ്ടത് എന്റെ അത്യാവശ്യമാണ്. ബിക്കോസ് അതോടൊപ്പം എനിക്കും പേഴ്സണൽ ആയിട്ട് വ്യക്തിപരമായിട്ട് വളർച്ചയുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കിയാൽ മതി ഓരോ ജോലിക്കാരും അല്ലെ. ഏത് ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും എന്റെ ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റ് അത് എന്റെ കൂടി വളർച്ചയാണ്. ഞാനും ആ ഒരു ഓർഗനൈസേഷനിലെ ജോലിക്കാരിയാണ് എന്ന് പറയാമല്ലോ നമുക്ക് മറ്റുള്ളവരോട് അല്ലെ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ കണ്ടോ, വെൽ സെറ്റ് ആണ്, അല്ലെങ്കിൽ വെൽ ഡെവലപ്ഡ് ആണ്, നല്ല രീതിയാണ്, നല്ല എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസ് ആണ് അവിടെ ഉള്ളത് ആളുകൾക്ക്, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് അവിടെയുള്ള എംപ്ലോയീസിന് ഒത്തിരി ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അങ്ങനെ പുറമെ നിൽക്കുന്ന ആളുകള് ചൂണ്ടി പറയുമ്പോൾ അതിലെ ഒരു ഭാഗമായ എനിക്കും അഭിമാനിക്കാം. ബിക്കോസ് ഐ എം എ പാർട്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഓർഗനൈസേഷൻ. എനിക്കും അതിന്റെ ഒരു ഭാഗമായതിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഓരോ ഇൻഡിവിജ്വൽസിനെയും കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യുക, അസസ് ചെയ്യുക, വിലയിരുത്തുക. ആൻഡ് മാത്രമല്ല അവര് ഗ്രൂപ്പായിട്ടും അവരെ അസസ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ പേഴ്സണൽ റോൾ ആണ്. ആരുടെ? പേഴ്സണൽ മാനേജറിന്റെ പേഴ്സണൽ റോൾ. പേഴ്സണൽ, വീണ്ടും ഞാൻ എടുത്ത് പറയാണ്, ആ വേർഡിന്റെ സ്പെല്ലിംഗ് നോക്കുക. സ്പെല്ലിംഗ് PERSONNEL എന്നാണ്. തൊഴിൽപരമായിട്ടുള്ള റോളുകളാണ്. അപ്പൊ എന്തൊക്കെയാണ് തൊഴിൽപരമായിട്ടുള്ള റോള്? അഡ്വൈസിങ് മാനേജ്മെന്റ്, മാനേജ്മെന്റിനെ അഡ്വൈസ് ചെയ്യുക. ഹ്യൂമൻ റിസോഴ്സസിലെ ഹൗ ടു യൂസ്, എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം. മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, അതും അവരുടെ റോളാണ്. ഇനി ഈ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്ത ജോലിക്കാരെ, എംപ്ലോയീസിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, അതും ഇവരുടെ എന്താ പറയുക റോളാണ്. പിന്നെ മെഷർമെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ, ഗ്രൂപ്പിലും ഇൻഡിവിജ്വൽ ആയിട്ട് ഇവരുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് മെഷർ ചെയ്യാം. ഓക്കെ, ദെൻ വെൽഫെയർ റോളാണ്. ക്ലിയർ ആയില്ലേ? ഒന്നാമത്തെ പേഴ്സണൽ റോൾ മനസ്സിലായോ പേഴ്സണൽ മാനേജറിന്റെ? ഓക്കെ, ദെൻ വെൽഫെയർ റോളാണ്. വെൽഫെയർ എന്ന് പറയാൻ ക്ഷേമത്തിന്റെ, അതായത് ക്ഷേമം. വെൽഫെയർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എത്രത്തോളം നമുക്ക് നമ്മളുടേതായ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ്. അപ്പൊ എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടത്? റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്. ഓരോ ബിസിനസ്സിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ, തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ചില റിസർച്ചുകൾ നടത്തേണ്ടി വരും. എങ്ങനെയൊക്കെ ഇവരെയൊക്കെ വെൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ബിസിനസ്സിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ പിടിച്ചു നിർത്താൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള റിസർച്ച് പഠനങ്ങൾ അത് ഇവർ ചെയ്ത് അവരുടേതായ ഒരു ക്ഷേമത്തിലുള്ള പദ്ധതിയാണ്. എംപ്ലോയീസിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള വർക്കിംഗ് സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്ത് അവരെ സാറ്റിസ്ഫൈഡ് ആക്കുക, ഹാപ്പി ആക്കുക. അതൊരു റിസർച്ച് ഒക്കെ നടത്തി ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പൊ റിസർച്ച് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് ആരുടെയാ? പേഴ്സണൽ മാനേജറിന്റെ റോളാണ്. റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്. പിന്നെന്താ? മാനേജ് ചെയ്യുക. പല കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടത്. മറ്റ് സർവീസസ് ഒരു ഓർഗനൈസേഷനും മറ്റ് പല സേവനങ്ങളും ലഭ്യമാക്കുന്നുണ്ട്. ആ സേവനങ്ങളിൽ ചില ഉദാഹരണം പറഞ്ഞത് ക്യാൻറ്റീൻസ്, ക്രഷ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻറ്റീന് ഹോസ്പിറ്റലിന്റെ സറൗണ്ടിങ്സിൽ നമുക്കറിയാം ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരിക്കും. അവിടുത്തെ സേവനങ്ങൾ എന്താ പറയാ നല്ല രീതിയിലാണോ? അത് ക്ഷേമത്തിനുള്ളതായിരിക്കണം. ആൾക്കാർ വന്നു പോകുന്ന പേഷ്യൻസോ അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സോ റിലേറ്റീവ്സോ ആരെങ്കിലൊക്കെ ഈ ഇവിടുത്തെ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുമ്പോ അവർക്കത് കൊടുക്കുന്നത് നല്ല രീതിയിലാണോ? അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യുക. അപ്പൊ അത്തരം ക്യാൻറ്റീൻസ് മാനേജ് ചെയ്യുക. ക്രഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വർക്കേഴ്സിന്റെ തന്നെ കുട്ടികൾക്ക്, കൊച്ചുകുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ജോലി ചെയ്തിരുന്നവര് ഇടയ്ക്ക് വെച്ച് കൊച്ചുകളിൽ ആവാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ. അപ്പൊ ഈ കുട്ടികള് നമുക്കറിയാം ഒരു സ്കൂളിൽ പോകുന്നത് വരെ അവർക്ക് നമുക്ക് എന്ത് ചെയ്യണം? എന്താ പറയാ, ഇവരെ നോക്കണം. ചിലപ്പോൾ ചില ആളുകളുടെ വീടുകളിലൊക്കെ സ്വന്തമായിട്ട് അവരെ ലുക്ക് ആഫ്റ്റർ ചെയ്യാനായിട്ട് ആളുകളില്ലായിരിക്കാം. സോ ഒരു ചെറിയ ഒരു ഹെൽപ്പ് ഇവർക്ക് വേണ്ടിയിട്ട് അവരുടെ കുട്ടികൾ നമുക്കറിയാം ഇത്ര വലിയ 5 വയസ്സ് വരെ കുട്ടികൾക്ക് 5 വയസ്സാവണ വരെ നമുക്ക് ലീവ് ഒന്നും തരില്ല അല്ലെ. അപ്പൊ അത്തരം ഓർഗനൈസേഷനിൽ ഇവരെ നോക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു സേവനമാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരെയൊക്കെ ലുക്ക് ആഫ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാം. മനസ്സിലായോ? ക്ലിയർ ആയോ? ക്രഷസ് എന്താണെന്ന് മനസ്സിലായോ? ജോലിക്കാരായിട്ടുള്ള
ആളുകൾക്ക് കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അവരെയൊക്കെ അവിടെ വീട്ടില് ആരും നോക്കാനും അന്വേഷിക്കാനും ഇല്ലാത്തവരെ അവിടെ എവിടെയെങ്കിലും മുറിയിൽ പൂട്ടിയിട്ട് പോരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുങ്ങളെ കൊണ്ടുവന്ന ഈ വർക്കിംഗ് സിറ്റുവേഷൻസിൽ അവിടെ എവിടെയെങ്കിലും അതുങ്ങളെ കുറച്ചു നേരമൊക്കെ ആരെങ്കിലും ഒക്കെ നോക്കി ഏൽപ്പിക്കാനും അങ്ങനെയുള്ള എക്സ്ട്രാ സേവനം പ്രൊവൈഡ് ചെയ്യാം. അതൊരു വെൽഫെയർ ആണ്, ഒരു ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അപ്പൊ അത്തരം റോളുകൾ അത് മാനേജ് ചെയ്യേണ്ടത് നമ്മുടെ പേഴ്സണൽ മാനേജറാണ്. ഐ തിങ്ക് മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ? മനസ്സിലായിട്ടില്ലേ? പോയിന്റ് എന്താണ്? ഓക്കെ. ദെൻ എന്താണ്? ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്. ദാറ്റ് മീൻസ് ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെയാണ്. ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ വെൽഫെയർ റോളാണ്. അതായത് എംപ്ലോയീസിനൊക്കെ വിളിച്ചു കൂട്ടി എല്ലാവരെയും കൂട്ടി നിർത്തി അവർക്ക് വേണ്ട ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. അതാണ് ഈ കൗൺസിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അവർക്ക് ലീഡർഷിപ്പ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങളുടേതായ ക്വാളിറ്റീസ് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി അത് ആർക്കുണ്ടായിരിക്കണം? അത് പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കണം. അത് ഇവരിലേക്ക് അത് കൊടുക്കാനായിട്ട് ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതും എന്താണ് പറയാ, നമ്മുടെ ഹോസ്പിറ്റൽസിലെ മാത്രമല്ല മറ്റ് ഓർഗനൈസേഷനിലെ പേഴ്സണൽ മാനേജറിന്റെ വെൽഫെയർ റോളിൽ പെട്ടതാണ്. അപ്പൊ വെൽഫെയർ റോൾ 3 ഒന്ന് റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്. സ്വന്തം എന്താ പറയാ തൊഴിൽപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഓർഗനൈസേഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കുക. ആൻഡ് പ്രൊവൈഡിങ് സർവീസസ്, ചില സർവീസസ് മാനേജ് ചെയ്യുക. അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ക്യാൻറ്റീനും പ്രശ്നവുമാണ് അത് പറയുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഗ്രൂപ്പായിട്ടുള്ള കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തത് ക്ലറിക്കൽ റോളാണ്. ക്ലറിക്കൽ എന്ന് പറയുമ്പോൾ എന്താണൊക്കെ രേഖപ്പെടുത്തിയൊക്കെ വെക്കാനുള്ളത് ക്ലറിക്കൽ ആയിട്ടുള്ള വർക്കുകൾ, ക്ലർക്കിന്റെ വർക്കൊക്കെ ഇല്ലേ, ആണോ ഉദ്ദേശിക്കുന്നത്? അപ്പൊ പേഴ്സണൽ മാനേജർ എന്ത് ക്ലറിക്കൽ വർക്കാ ചെയ്യേണ്ടത്? ഒന്ന് ടൈം കീപ്പിംഗ്, അതായത് ഓരോ വർക്കേഴ്സും വരുന്നതും പോകുന്നതുമായിട്ടുള്ള ടൈം ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കി തയ്യാറാക്കി വെക്കുക. ഇന്നൊക്കെ പഞ്ചിങ് സിസ്റ്റം ഒക്കെ ഉണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ക്ലിയർ ആയോ? ടൈം കീപ്പിംഗ് മനസ്സിലായോ? കൃത്യമായ സമയത്തിന് ആളുകൾ വരാനും അവിടുന്ന് പോലെ തന്നെ എക്സിറ്റ് ചെയ്ത് പോകാനും വരുന്ന സമയവും പോകുന്ന സമയമൊക്കെ രേഖപ്പെടുത്തുക. അതിനു വേണ്ടിയിട്ട് പഞ്ചിങ് സിസ്റ്റം ഒക്കെ ഇന്നുണ്ട് മിക്ക ഓർഗനൈസേഷനിലും. പിന്നെ അവരെ സംബന്ധിക്കുന്ന സാലറി, വേജ്, അങ്ങനെ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഇൻസെന്റീവ്സ്, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതും പേഴ്സണൽ മാനേജറാണ്. ഓരോരുത്തരുടെയും സാലറി, വേജസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത്തരം ഇൻസെന്റീവ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റുകൾ. പിന്നെ പലതരത്തിലുള്ള റെക്കോർഡുകളും ഹോസ്പിറ്റൽസിലും മറ്റു ഓർഗനൈസേഷനിലും ഒക്കെ കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻ്റനൻസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെക്കോർഡ്സ്. പിന്നെ ഹ്യൂമൻ എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ മാൻ മെഷീൻ റിലേഷൻഷിപ്പ്. ഓരോ ഹ്യൂമൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യനും അവൻ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന എന്താ പറയാ ജോലിക്ക് ആസ്പദമായിട്ട് എന്തെങ്കിലും മെഷീൻസ് ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ മാൻ മെഷീൻ റിലേഷൻഷിപ്പ്, അതാണ് ഹ്യൂമൻ എഞ്ചിനീയറിംഗ്. അപ്പൊ ഹ്യൂമൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മാൻ മെഷീൻ റിലേഷൻഷിപ്പും നമ്മുടെ അത് വിലയിരുത്തുക, അത് മനസ്സിലാക്കുക എന്നുള്ളതും നമ്മുടെ പേഴ്സണൽ മാനേജറിന്റെ ക്ലറിക്കൽ റോളിൽ പെട്ടതാണ്. ഇനി 4ാമത്തെ ക്ലാസിഫിക്കേഷൻ പേഴ്സണൽ മാനേജറിന്റെ റോൾസിൽ 4th ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞ ഫയർ ഫൈറ്റിംഗ് ഇല്ലീഗൽ റോൾ. എന്താ ഫയർ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഫൈറ്റ് ചെയ്തത് തീ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുക, കെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം അല്ലെ. ഇവിടെ അതല്ല, ഇവിടെയും കെടുത്തില്ല തന്നെയാണ്, പക്ഷെ തീ അല്ലാന്ന് മാത്രം. എന്താണ്? ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് ആണ്. എന്താ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ അൺഫെയർ ട്രീറ്റ്മെന്റ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ പല രീതിയിൽ ഫേവറബിൾ അല്ലാത്ത പരസ്പരം എന്താ പറയാ ചിലപ്പോ എന്താ പറയാ മലയാളത്തില് അതായത് നമ്മളുടെ പല ആളുകളൊക്കെ തമ്മിൽ എംപ്ലോയീസ് ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില വഴക്കുകളോ പടക്കങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില പ്രോബ്ലംസ് ആയിട്ടൊക്കെ വരും. അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അതാണ് അൺഫെയർ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യും, അതാണ് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ചിലപ്പോഴൊക്കെ ഇത് ഇങ്ങനെ വലുതായി ഇറ്റ് വിൽ ലീഡ് ടു സം ഡിസ്പ്യൂട്ട്സ്, വലിയ തർക്കങ്ങളാകാം. അത് സെറ്റിൽ ചെയ്യുക, അതാണ് 2ാമത്തെ പോയിന്റ്, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. പരസ്പരമുള്ള തർക്കങ്ങൾ, തൊഴിലാളികളെ സംബന്ധിക്കുന്ന പലതരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യുക. അതുകൊണ്ടാണ് നേരത്തെ അവിടെ പറഞ്ഞു, ആ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞു പേഴ്സണൽ മാനേജർക്ക് ഉണ്ടാകേണ്ട ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരെണ്ണം അവിടെ പറഞ്ഞിരുന്നു. എന്ത്? പ്രോബ്ലം സോൾവിങ് ടെക്നിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യുക. പിന്നെ എന്താ? ഡിസിപ്ലിനറി ആക്ഷൻസ് ഹാൻഡിൽ ചെയ്യുക. ഒരു ഓർഗനൈസേഷൻ അതിൻ്റെതായ ഡിസിപ്ലിൻ ഉണ്ട്, അതിൻ്റെതായ ഒരു ആചാര മര്യാദകളും അതിനുള്ള ഡിസിപ്ലിൻസും ഒക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്താ? കളക്റ്റീവ് ബാർഗെയിനിങ്. ഒരുപാട് പേര് ഒരുമിച്ച് ചേർന്ന് എന്തെങ്കിലും ബാർഗെയിനിങ്ങിന് വരും. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഇന്ന് അവകാശം ഈ ഒരു ഓർഗനൈസേഷനിലുണ്ട്. അപ്പൊ കൂട്ടമായിട്ടൊക്കെ വന്നിട്ട് അവരെങ്ങനെയൊക്കെ വരുമ്പോ ആ ബാർഗെയിനിങ്ങിനൊക്കെ നമുക്കൊരു സൊല്യൂഷൻസ് കണ്ടെത്തുക. കളക്റ്റീവ് ബാർഗെയിനിങ്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും എന്തുണ്ട്? നമ്മുടെ പേഴ്സണൽ മാനേജർക്ക് റോൾ ഉണ്ട്. അതാണ് ഫയർ ഫൈറ്റിംഗ്. കുറച്ച് ഫൈറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
grievance handling, settlement of disputes, handling of disciplinary actions, and collective bargaining. Clear ആയോ? പേഴ്സണൽ മാനേജറിന്റെ റോളുകള് പെട്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പെട്ടി അങ്ങനെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. പെട്ടിയിൽ വരാവുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. റോൾസ് ഓഫ് പേഴ്സണൽ മാനേജറിൽ പേഴ്സണൽ റോളിൽ വരാവുന്നത് അല്ലെങ്കിൽ വരാത്തത്, ക്ലറിക്കൽ റോളിൽ വരുന്നത് വരാത്തത്, ഫയർ ഫൈറ്റിംഗിൽ വരുന്നത് വരാത്തത് എന്നാകാം. ഇനി റോൾ ഓഫ് പേഴ്സണൽ മാനേജറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ചിലപ്പോ ഇത് 3 തന്നിട്ട് എല്ലാം എന്ന് പറയും. ചിലപ്പോ ഒരെണ്ണം അതിൽ പെടാത്തതുണ്ടെങ്കിൽ ഇതിൽ പെടാത്ത റോൾ ഏതാണ് എന്ന് വേണമെങ്കിൽ വേറെ ഒരെണ്ണം റോള് കുത്തിക്കയറ്റി അങ്ങനെയും വരാം. അതുകൊണ്ടാണ് പറഞ്ഞ ആ പെട്ടി അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. ക്ലിയർ ആയോ? ഒന്ന് വേഗം ഒന്ന് ആ പെട്ടി ഒന്ന് നോക്കിയേ. മനസ്സിലായില്ലേ? അടുത്ത് പറഞ്ഞോട്ടെ. നമുക്ക് അധികം സമയങ്ങൾ കുറച്ച് കൂടുതൽ ആവശ്യമുള്ള ഒരു ടേം ആണ് ഈ 3rd and 4th പേപ്പേഴ്സിന്റെ പോർഷൻസ് തീർക്കാന്നുള്ളത്. അപ്പൊ ദാറ്റ് മീൻസ് വി ഹാവ് നോ ടൈം ടു സ്പെൻഡ് അല്ലെ, നമുക്ക് വെറുതെ ഒരു മിനിറ്റ് പോലും കളയാനില്ല. അതുകൊണ്ടാണ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. ഏതൊരു ഓർഗനൈസേഷനിലെയും പ്രധാനപ്പെട്ട ഈ പറഞ്ഞ തൊഴിൽ സംബന്ധമായിട്ടുള്ള മാനേജ്മെന്റിന്റെ പ്രോസസ്സുകളാണ് പറയുന്നത്. കുറച്ച് പ്രോസസ്സുകളൊക്കെ ഈ പേഴ്സണൽ മാനേജ്മെന്റിൽ ഉണ്ട്. അതെന്തൊക്കെയാണ്? കുറച്ചധികം ഉണ്ട്. കുറച്ച് പ്രോസസ്സുകൾ, ഓരോ പ്രോസസ്സും നമുക്ക് നോക്കാം. ഒന്നാമത്തെ ലീഡർഷിപ്പ് പ്രോസസ് ആണ്. നോക്കാം, ആദ്യം തന്നെ ആ വേർഡുകളൊക്കെ നോക്കാം. ലീഡർഷിപ്പ് പ്രോസസ്, അതാണ് ഒന്നാമത്തെ. ഇടയിൽ കയറി ആ ഒരു എന്താ പറയാ പോയിന്റ് അവസാനിക്കുന്നിടത്ത് നിന്ന് അടുത്ത ലൈനിലല്ല, അതിന്റെ ഇടയിലൊക്കെ പെട്ടിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് മാർക്ക് ചെയ്യാം. ലീഡർഷിപ്പ് പ്രോസസ്, ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്, ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്. അത് മൂന്നാമത്തെ ലീഡർഷിപ്പ് പ്രോസസ് എന്ന നമ്പർ ഇടാം, നിങ്ങളുടെ കയ്യിൽ നോട്ടുണ്ടല്ലോ. രണ്ടാമത്തെ ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്, 3 ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്, അടുത്തത് സ്റ്റാഫിംഗ് പ്രോസസ്, അടുത്തത് പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്, training and development process, compensation and reward process, and last collective bargaining process. ഇത്രയും പ്രോസസ്സുകളാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഒന്നാമത്തെ ലീഡർഷിപ്പ് പ്രോസസ്. എന്താണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്? ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു തരം ഇൻഫ്ലുവൻസ് ആണ്. ഇറ്റ്സ് ഇൻഫ്ലുവൻസിങ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റയായോ കൂട്ടമായോ എല്ലാവരെയും കൂടി നമുക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട്, അവരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. അതിനെയാണ് എന്ത് വിളിക്കുക നമ്മൾ? ലീഡർഷിപ്പ്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട്, ഞാനൊരു ലീഡറായിട്ട് നിന്നുകൊണ്ട് എനിക്ക് ചുറ്റുമുള്ളവരെ അല്ലെങ്കിൽ എന്റെ എന്താ പറയാ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ളവരെ അല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആയിട്ടുള്ളവരെ എന്താ പറയാ ചേർത്ത് നിർത്തി നമ്മളെല്ലാവരും കൂടി നമ്മുടെ ഈ ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അവരെ പല രീതിയിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയും ഒക്കെ എങ്ങനെ വേണമെങ്കിലും ആകാം. അത് ഇൻഫ്ലുവൻസ് ചെയ്ത് ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടുക എന്നുള്ളതാണ്. അല്ലാണ്ട് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യത്തിനല്ല ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടോ ഗ്രൂപ്പ് ബിഹേവിയർ ആയിട്ടോ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുക. ആ ഒരു ഇൻവോൾവ്മെന്റ്, അതിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് പ്രോസസ് എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെ ചോദിക്കും ചോദ്യം, dash involves in influencing the individual or group behavior towards the achievement of organizational goals എന്ന് പറയാം. അപ്പൊ അതിനകത്ത് ലീഡർഷിപ്പ് പ്രോസസ് ആണ് അതിനകത്ത് വരിക. ആ ലീഡർ ആയിട്ട് നിന്നുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടിയിട്ട് ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും പ്രാപ്തമാക്കാൻ ഇൻഫ്ലുവൻസ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, രണ്ടാമത്തേത് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് ആണ്. ദാറ്റ് മീൻസ് ജസ്റ്റിസ്, ആ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ആയിരുന്നു, പേഴ്സണൽ മാനേജർക്ക് ഷുഡ് ഹാവ്, അവർ എങ്ങനെയായിരിക്കണം? സോഷ്യൽ ജസ്റ്റിസ് ആയിട്ട് പെരുമാറണം. എല്ലാവരോടും ഈക്വൽ ആയിട്ട് എല്ലാവരെയും കാണുക. എല്ലാ ജോലിക്കാരും ഒരുപോലെയാണ്. അവരവരുടെ ജോലികൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ? ആർക്കും അവിടെ വേർതിരിവില്ല. അപ്പൊ അതുകൊണ്ട്
ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ, അതായത് നീതി നടപ്പാക്കുന്ന അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന ആ ഒരു പ്രോസസ്. ഈക്വൽ ട്രീറ്റ്മെന്റ്, അതാണ് ആ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ, എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുക. മാത്രമല്ല അവർ ചെയ്യുന്ന ജോലിക്ക് അല്ലെങ്കിൽ അവർ തരുന്ന ഔട്ട്പുട്ടിന്, ഓരോ ജോലിക്കാരും അവരവരുടെ ഓർഗനൈസേഷന് വേണ്ടി എന്താണോ നമുക്ക് തരുന്നത് അതിന് ഫെയർ ആയിട്ടുള്ള കോമ്പൻസേഷൻ എന്ന് വെച്ചാൽ എന്താ, ഫെയർ റിവാർഡ് കൊടുക്കുക. ഇത് അനുകൂലമായ പരിഹാരം, നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കുക. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ജോലിക്ക് ചെയ്യുന്ന കൂലിക്ക് ശമ്പളം കൊടുക്കുക അല്ലെങ്കിൽ കൂലി കൊടുക്കുക, സാലറി ഓർ വേജ് വാട്ട് എവർ ഇറ്റ് മേ ബി, ഫെയർ ആയിട്ടുള്ള കോമ്പൻസേഷൻ അവരുടെ ജോലിക്ക് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. അപ്പൊ എങ്ങനെയാ, ഈക്വൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ടു ദെയർ വർക്ക്. അതിനെയാണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ലീഡർഷിപ്പിൽ എന്താ പറഞ്ഞ, ഇൻവോൾവിംഗ് ഇൻഫ്ലുവൻസിങ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ ഗോൾ. ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടോ ഗ്രൂപ്പായിട്ടോ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അതാണ് ലീഡർഷിപ്പ് പ്രോസസ്സ്. രണ്ടാമത്തേത് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് ആണ്. അതിനകത്ത് ഈക്വൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ടു ഓൾ വർക്ക്. എല്ലാ ജോലിക്കാർക്കും ഫെയർ ആയിട്ടുള്ള എന്താ പറയുക കോമ്പൻസേഷൻ കൊടുക്കാം, എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായോ? 2 പോയിന്റ്. രണ്ടാമത്തെ ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് മനസ്സിലായോ? മൂന്നാമത്തേത് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് ആണ്. എന്താണ് ടാസ്ക് സ്പെഷ്യലൈസ്? എന്താ സ്പെഷ്യലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് ഞാൻ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐ ബിക്കം സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഫീൽഡ്. ഞാൻ അതിൽ എന്തായി മാറി, വൈദഗ്ധ്യമുള്ള ആളായി മാറി. അല്ലെ? ഇപ്പൊ എന്താ പറയാ, ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് നമ്മളിങ്ങനെ പഠിപ്പിച്ച് അവസാനം അതെന്താവും, നമുക്ക് പച്ചവെള്ളം പോലെ ആയി പോകും. അല്ലെ? അപ്പൊ നമ്മൾ എന്ത് കാര്യം, ഞാനിപ്പോ അതൊരു ഉദാഹരണം പറയാം. നമ്മളൊരു കാര്യം ചിലപ്പോ ആദ്യമൊക്കെ അപ്പൊ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചിന്തിക്കുക, ഇത് ഞാൻ ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോ ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് വാസ്, എത്ര പാടായിരുന്നു ഇത് ചെയ്യാൻ, ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടാ. നമ്മൾ പറയില്ലേ പലരോടും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്, പല കാര്യങ്ങളും ഞാനിപ്പോ ഈ പഠിപ്പിക്കുന്ന കാര്യം മാത്രമല്ല പറയുന്നത്, പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ പറയുമ്പോൾ അവരോട് ഷെയർ ചെയ്യാമോ, ആദ്യത്തെ ദിവസമില്ലേ ഞാനത് ചെയ്തപ്പോ എനിക്കത് ഭയങ്കര പ്രശ്നമായിട്ട് ബുദ്ധിമുട്ടായി തോന്നി, പക്ഷെ ഇന്ന് ഞാനത് ഈസി ആയിട്ട് ചെയ്യും എന്നൊക്കെ. അല്ലെ? അപ്പൊ നമ്മൾ ഓരോ കാര്യവും നമ്മൾ കൂടുതൽ പ്രാവശ്യം ചെയ്യുമ്പോൾ വി ബിക്കം പെർഫെക്റ്റ് ഇൻ ദാറ്റ്. നമ്മൾ അതില് പെർഫെക്റ്റ് ആകും. അല്ലെ? പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഓരോ പ്രാവശ്യം നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വി ബിക്കം പെർഫെക്റ്റ്, നമ്മൾ പെർഫെക്റ്റ് ആകുക. അപ്പൊ ഒരു എന്താ പറയാ, ഈ പറഞ്ഞ ടാസ്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്, കൺസിസ്റ്റ് ഓഫ് ഡിവിഷൻ ഓഫ് ടോട്ടൽ ടാസ്ക് ഇൻടു ഇൻഡിവിജ്വൽ ജോബ്സ്. അതായത് മൊത്തത്തിലുള്ള ജോലിയെ എന്ത് ചെയ്യുക, ഓരോ ഇൻഡിവിജ്വൽസിനായിട്ട് അവരവരുടെ പ്രത്യേകത അല്ലെങ്കിൽ അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോ എന്ത് കഴിവാണുള്ളത്, എനിക്ക് ആ ജോലി തരിക. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ജോലി എന്നെ അടിച്ചേൽപ്പിച്ചത് നീ ചെയ്ത് ശരിയാക്കിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് തന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഓർഗനൈസേഷന്റെ ഗോൾസ് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാം, അല്ലാണ്ട് പെട്ടെന്നൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. ബിസിനസ് എന്ന് പറയുന്നത് ഫാസ്റ്റ് മൂവിങ് ആണ്. അത് ഇന്ന് നമ്മൾ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ബിസിനസ് ഇന്ന് ഒരിത്തിരി പോലും ആർക്കും ബിസിനസിന്റെ കാര്യത്തിൽ ഒരിത്തിരി പോലും ഒരു സാവകാശം കൊടുക്കാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യണം, ലാഭമൊക്കെ പെട്ടെന്ന് കൊയ്തെടുക്കുക എന്നുള്ളതാണ് എന്റർപ്രണർ ആളുകളുടെ, അതായത് പ്രൊപ്പറേറ്ററിന്റെ ഒരു ജോലി ഒരു ബിസിനസ് നടത്തുന്ന ആളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ ദർ ഈസ് നോ ടൈം ടു വേസ്റ്റ്. അവർക്ക് എന്താ പറയാ നമുക്ക് ഒരു സമയമൊന്നും അതിന് വേണ്ടിയിട്ട് വെറുതെ കൊടുക്കാനൊന്നും ഇല്ല. നീ അത് ചെയ്തു നോക്ക്, ശരിയാവും നോക്കട്ടെ എന്നൊന്നും പറഞ്ഞിരിക്കാനില്ല. അല്ലെ? അവിടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാനുള്ള സമയമൊന്നും കൊടുക്കില്ല, പെട്ടെന്ന് ശരിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഡിവിഷൻ ഓഫ് ടാസ്ക് ആണ്. ജോലി എന്താണോ അത് എല്ലാവർക്കും ഇൻഡിവിജ്വൽസിനൊക്കെ എന്ത് ചെയ്യുക, ആ ഒരു മൊത്തം ജോലിയെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതിനെയാണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ. ഓരോരുത്തരുടേതായ കഴിവിനനുസരിച്ചിട്ടുള്ള ടാസ്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അവിടെ വരെ നിൽക്കട്ടെ. സ്റ്റാഫിംഗ് പ്രോസസ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇവിടെ വരെ എല്ലാവർക്കും മനസ്സിലായില്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഇതൊക്കെ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് ഇത്രയും ഓരോ സെന്റൻസ് വായിച്ച് ഞാൻ ഇതിന്റെ മീനിങ്ങും അത് 2-3 പ്രാവശ്യമൊക്കെ ആവർത്തിക്കുന്നേ. പക്ഷെ ഇച്ചിരി സമയം കഴിയുമ്പോൾ കുറച്ച് കൂടി എന്താ പറയാ എളുപ്പമുള്ള ടോപ്പിക്കിലേക്ക് എത്തും. ഇതിന്റെ തന്നെ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ, അല്ലാതെ നമുക്ക് പഠിക്കാൻ ഇങ്ങനെ കാണാതെ പഠിക്കേണ്ടത് കാര്യം പിന്നെ മാർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്, അന്നേരം അത് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ നന്നായിട്ട് വായിച്ചിട്ടൊക്കെ അടുത്ത ക്ലാസ്സിൽ കയറാട്ടാ. ഓക്കെ, ബൈ. Thank you, ma'am. Thank you, ma'am. Okay, thank you. Thank you, ma'am.